وصلي على خير الأنام محمد يصلي عليك الله عن مرة عشرة يا ربي بالبركة بلغ ما مولاي صل وسلم على حبيبك خير الخلق كلهم ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ വെഞ്ചേവ് മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയനായ ചീഫ് ഇമാം പ്രിയപ്പെട്ട സുഹൃത്ത് മുഹമ്മദ് സലീം മന്നാനി ഉസ്താദ് അവറുകൾ, മറ്റു ഉലമാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, മുത്തഅല്ലിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മ എല്ലാവരെയും ദുനിയാവും ആഖിറവും വിജയിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ത്യം ഈമാനോടെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുസറഫായ മുഖം കണ്ടുകൊണ്ട് മരണവേദന മറന്നു മരിക്കാൻ അല്ലാഹു തമ്പുരാൻ ഭാഗ്യം കൊടുക്കുന്ന പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെട്ട മുത്തു ഹബീബിന്റെ ഹബാബിങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അല്ലാഹ് ആ മുസറഫായ നബിയുടെ വചനം നിങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാഹ്. ഈ ഒരു പ്രാർത്ഥനയോട് കൂടിയാവണം നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കേണ്ടത്. ഈ സദസ്സ് കഴിഞ്ഞിറങ്ങുന്നതിന് മുമ്പ് ഒരു തുള്ളി കണ്ണുനീരാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. പടച്ചോനെ, മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ റബീഇന്റെ മാസത്തിലാണ് നമ്മളുള്ളത്. ഈ മാസത്തിൽ മുത്തിനെ ചേർത്ത് പിടിക്കാൻ കഴിയേണ്ടുന്ന ഈ മാസത്തിൽ അള്ളാന്റെ റസൂലിനെ ഒരു നോക്ക് കാണിക്കണേ അള്ളാഹ്. ദുആ ചെയ്ത് ഉസ്താദിന്റെ ദുആക്ക് ആമീൻ പറഞ്ഞ് പൊടിയും തട്ടി വെച്ച് പോയാൽ പോരാ. ഇന്ന് മുതൽ അതിന് നമുക്ക് പണിയെടുക്കാൻ കഴിയണം. അള്ളാഹു അതൊരു ഭാഗ്യം തരട്ടെ. പണിയെടുക്കാതെ കിട്ടില്ല. പരിശുദ്ധ റബീഉ അല്ലേ? നമ്മുടെ മക്കൾക്കൊക്കെ നല്ല പിറന്നാൾ വരുമ്പോൾ നമ്മളൊക്കെ സമ്മാനം വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അല്ലേ? അല്ലേ? നമ്മളെ മക്കൾക്കൊക്കെ സമ്മാനം വാങ്ങിച്ചു കൊടുത്തിരുന്നു കൈവയ്ക്ക്. ഭാര്യ വിവാഹ വാർഷികം വരുമ്പോൾ വാങ്ങിച്ചു കൊടുത്തിരുന്നത് കൈവയ്ക്ക് നമ്മളെ മക്കൾ കൊടുത്തല്ലേ? ഓ, എല്ലാം വലിയ സൂഫിയാക്കളും ജീവന തുരിക്കത്ത എല്ലാരും ചെയ്യുന്ന ഒരു കാര്യമാണ്. എവിടെയും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ? അത് നമ്മുടെ മക്കളെ സന്തോഷത്തിന് നമ്മൾ ചെയ്യാറുണ്ട്. 10ാം ക്ലാസ് ജയിച്ചു വരുമ്പോൾ ഒക്കെ ചെയ്യാറുണ്ട്. നല്ല അവിടെ ഇരിക്കട്ടെ. ഉമ്മമാരാരെങ്കിലും ചെയ്തിരുന്നത് കയ്യൊക്കെ ചങ്കുറ്റതോടെ അങ്ങനെ കൊടുത്തത് ആരുമില്ല. അവർക്ക് നാണമാണ്. അപ്പൊ ആണും പെണ്ണും അല്ലാഹു ബർക്കത്ത്. അപ്പോ നമ്മുടെ മക്കളെ സന്തോഷിപ്പിക്കാൻ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഹലാലാക്കാനല്ല ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ മക്കൾ പിറന്നാൾ വരുമ്പോൾ ചിലപ്പോൾ ആടിനെ അറുത്തിട്ട് സാധുക്കൾക്ക് ദാനം ചെയ്യുന്നവരുണ്ട്. മക്കളെ രോഗം മാറാൻ നിശ്ചയിച്ചിട്ട് സാധുക്കളെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. പടച്ചോനെ ആയുസ് കൂട്ടനെ എന്നൊക്കെ പ്രാർത്ഥനയോടെ ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പൊ നല്ലതെങ്കിലും ചെയ്താന്ന് വെച്ച് ചിലപ്പോൾ കൈവെക്കുക. കാരണം നേർച്ച ചോറ് പോകണമല്ലോ. അങ്ങനെയല്ല, നമ്മുടെ ഭാഗത്തുള്ള സത്യസന്ധമായ കാര്യം പറയാനുള്ള ചങ്കൂറ്റുണ്ടാവണം. ഇല്ലെങ്കിൽ ജീവിതത്തിൽ ചെയ്യരുത്. ആദ്യത്തെ പാഠം മുത്തുനബിയെ കാണാൻ സ്വാദിക്കാവുക, സത്യവാനാവുക. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അത് ഞാനായാലും കൊള്ളാം, നിങ്ങളായാലും കൊള്ളാം, ഉസ്താദുമാരായാലും കൊള്ളാം, പള്ളി കമ്മിറ്റികളായാലും കൊള്ളാം, പഞ്ചായത്ത് കമ്മിറ്റികളായാലും കൊള്ളാം. ആരായാലും സത്യം എന്ന് പറയുന്നത് അള്ളാഹു വലിയ ഇഷ്ടമുള്ള കാര്യമാണ്, മുത്തുനബിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹു അത്തരം സത്യങ്ങൾ പുലർത്താനും ചെയ്യാനും നമുക്ക് ഭാഗ്യം തരട്ടെ. ആർക്ക് വിഷമം തോന്നണ്ട കേട്ടോ, ഞാൻ വിഷമിച്ച് പറഞ്ഞൊന്നുമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ മീലാദ് മാസം എന്ന് പറഞ്ഞാൽ പിറന്നാൾ മാസം,
കേവലം ഒരു മാസമല്ല പിറന്നാൾ മാസം എന്ന് പറയുന്നത്. അള്ളാഹു തമ്പുരാൻ ഈ പ്രപഞ്ചമാകുന്ന അണ്ടകളാഹത്തെ പടച്ചു വെച്ചിട്ട് ആ പ്രപഞ്ചത്തിലേക്ക് മുമ്പ് ചെയ്തതും ഇനി വരാനിരിക്കുന്നതുമായ ഏറ്റവും വലിയ സൗഭാഗ്യമാകുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടച്ച് ദുനിയാവിലോട്ട് അല്ലാഹു സമ്മാനിക്കാൻ വേണ്ടിയിട്ട് നമ്മളാരും എവിടെയെങ്കിലും പോയി ഡേറ്റ് കുറിക്കണ പോലെയല്ല. ഈ ദുനിയാവിൽ അല്ലാഹു തമ്പുരാൻ ഏറ്റവും വലിയ മഹത്തരമായ ഒരു മാസത്തിന് തിരഞ്ഞെടുക്കുകയാണ്. വാനലോകത്തിന്റെ തമ്പുരാൻ, ഭൂമി ലോകത്തിന്റെ തമ്പുരാൻ, എല്ലാത്തിന്റെയും തമ്പുരാന് അല്ലാഹു തമ്പുരാന് തീരുമാനിച്ചൊരു മാസമാണ് പരിശുദ്ധ റബീഉ. ആദ്യ വസന്തമെന്ന പുണ്യവസന്തമെന്ന സുന്ദരമാണ് മൗലിദ് മാസം. അല്ലാഹു ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം തരട്ടെ. അങ്ങനെ തന്നെയാണെന്ന് വിശ്വാസമല്ലേ? ഇത് അല്ലാഹു തീരുമാനിച്ചതാണല്ലോ. പിന്നെ അതിൽ കുറ്റവും കുറവും പറയണ ആരായിരിക്കും? മുത്തുനബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനമായി കൊടുത്ത ഖുർആൻ. ആ ഖുർആനിലുള്ള ഒരു ആയത്ത് ഓതിയിട്ട് ഇതൊക്കെ ഖുർആനിലുണ്ടോ എന്ന് ഒരാൾ പറഞ്ഞ അവന്റെ അവസ്ഥ എന്താണ് ചോദിച്ചേ? എന്താ ഈമാൻ കപ്പൽ കയറും അല്ലേ? അല്ലേ മനുഷ്യന്മാര് അങ്ങനല്ലേ? അങ്ങനെയാണെങ്കിൽ അല്ലാഹു തമ്പുരാൻ തിരഞ്ഞെടുത്ത് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബ് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച് അത് ഉമ്മത്ത് മുഹമ്മദിനോടല്ല പ്രഖ്യാപിച്ചത്. പിന്നെ ആരോടാ? മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തമ്പുരാൻ ആദ്യമായി മുത്തുനബിയുടെ മഹത്വം പറയാണ്. അവിടെ നിങ്ങോട്ട് കടന്നു വരുന്ന പ്രവാചകന്മാരോടെല്ലാം ജിബ്രീൽ മുഖേന അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വം പറയുക. തീർന്നില്ല, റിവേഴ്സും കൂടി നോക്കണം. ഈ പ്രവാചകന്മാരെല്ലാം അല്ലാഹു തമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയറിയോ? ഈ മഹാന്മാരായ അമ്പിയാക്കളെല്ലാം മുത്തുനബിയുടെ ഉമ്മത്തല്ല, മുത്തുനബിക്ക് മുമ്പുള്ള അമ്പിയാക്കളാണ്. ആ അമ്പിയാക്കൾ പോലും അല്ലാഹു തമ്പുരാനോട് ദുആ ചെയ്തത് മുത്തുനബിയുടെ ജീവിതത്തിൽ അല്ലാഹു കൊടുത്ത ഓരോ ലൈലത്തുൽ ഖദറടക്കമുള്ള സമ്മാനങ്ങൾ എങ്ങനെ അല്ലാഹു തമ്പുരാൻ മാലാഖമാരോട് അത്ഭുതമായി പ്രദർശിക്കുമ്പോ അത് ചിലപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം മൂസ നബിയോട്, ഈസ നബിയോട്, ഇബ്രാഹിം നബിയോടെല്ലാം അതിങ്ങനെ പങ്കു ചേരുമ്പോ ആ വിഷയം ഇങ്ങനെ സംവദിക്കുമ്പോ ആ നബിമാരെല്ലാം അല്ലാഹുവിനോട് ചെയ്യുന്ന ദുആ ആ ഉമ്മത്ത് മുഹമ്മദിൽ ഒരു അംഗമാകാൻ, ആ ഉമ്മത്ത് മുഹമ്മദിൽ ഒരു അംഗമാകാൻ പടച്ചവനെ എന്നാ നബിയുടെ സ്ഥാനത്താക്കണമെന്നല്ല. അല്ലാഹുവേ ആ ഉമ്മത്ത് മുഹമ്മദിൽ എന്നെയും നിന്നെയും പോലെ ഒരു അംഗമാവാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അപ്പോ അമ്പിയാക്കള് പോലും ഉമ്മത്ത് മുഹമ്മദിൽ അംഗമാവാൻ വല്ലാതെ കൊതിച്ചു പോവാണ്. കാരണം എന്താ? മുത്തുനബിയുടെ മഹത്വം അവർക്കറിയാം, നമുക്ക് അറിഞ്ഞൂടാ. മൂസാ നബിയോ മറ്റ് പ്രവാചകന്മാരോ ഞാൻ മുത്തുനബിയുടെ ആളാണ് അല്ലെങ്കിൽ കൊടി പിടിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മളോ പറയുന്നുണ്ട്. എന്താ പറ്റിയവിടെ? പറയലല്ല കാര്യം, മറിച്ച് ഉള്ളിൽ സ്നേഹമുണ്ടാവലാണ് പ്രണയമെന്ന് പറയുന്നത്. ഇനിയോ ഒരു വേള മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു തമ്പുരാനോട്
അല്ലാഹു തമ്പുരാനോട് തേടുകയാണ്, കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്കും മുത്തുനബിക്കും മുത്തുനബിയുടെ സ്വഹാബത്തിനും വല്ലാതെ പേടി തോന്നിയ അത്ഭുതമായ ഒരു ദുർഘടമായ അവസ്ഥയാണ് മഹ്ശറിന്റേതായ വല്ലാതെ വിചാരണ സമയമെന്ന് പറയുന്നത്. ഹിസാബിന്റെ ലോകത്ത്, മഹ്ശറിന്റെ ലോകത്ത് എല്ലാവരും നമ്മൾ സാധാരണ മദ്രസയിൽ പഠിക്കണ പോലെ കുട്ടികാല് വരെ അല്ലെ, കണ്ണങ്കാല് വരെ, മുട്ടുകാല് വരെ, അതുപോലെ അര വരെ, അതുപോലെ നെഞ്ച് വരെ, അതുപോലെ കഴുത്ത് വരെയൊക്കെ വിയർപ്പിനകത്ത് ഇങ്ങനെ മുങ്ങിത്താണുമ്പോ സൂര്യൻ 44 ലക്ഷം കിലോമീറ്റർക്കപ്പുറം ഉദിച്ചു നിൽക്കുന്ന സൂര്യന് നമ്മുടെ തലയുടെ ഒരു ചാൺ ഉയരത്തിലേക്ക് ഉദിച്ചു നിൽക്കുന്നതായ അവസ്ഥയില് സൂര്യന്റെ അപകടം വളരെ വലുതാണ്. ആ അവസ്ഥയിൽ എല്ലാരും വിയർത്തൊലിച്ച് തിളച്ചു മറിയുന്ന വിയർപ്പിന് ഇങ്ങനെ വെന്തെരിയുമ്പോ ദാഹം കൊണ്ട് പരവശരാകുന്നു. ആ സമയത്ത് ഒരിറ്റ് വെള്ളം കുടിക്കാതെ, ഉൾവെള്ളം പോലും കുടിക്കാൻ കഴിയാതെ ദാഹം കൊണ്ട് പരവശരാകുന്ന ഗതികെട്ടൊരവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാക്കിയ മഹാനായ നബിയുല്ലാഹി കരീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു തമ്പുരാനോട് ചോദിക്കുകയാണ്, പടച്ച റബ്ബേ, മഹ്ശറിന്റേതായ വല്ലാതെ പരവശരാകുന്ന ദാഹം സഹിക്കവയ്യാതെ മനുഷ്യൻ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന ആ ദുരവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് ഒരു മാർഗമല്ലോ? അല്ലാഹു തമ്പുരാനോട് മൂസാ നബി പൊട്ടിക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ ചേർത്ത് പറയട്ടെ, മഹാനായ കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം കരീമുല്ലാഹി എന്ന സ്ഥാനം കിട്ടിയ മഹാനാണ്. അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത മഹാനാണ്. അങ്ങനെ ഇരിക്കുകയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ചോദിക്കുകയാ, ഞാനിപ്പോ നിന്റെ കരീമാ, എന്നെക്കാളും നിന്നോടടുക്കുന്ന ആരെങ്കിലും നിന്റെ പ്രപഞ്ചത്തിൽ ഉണ്ടാകുമോ? എന്നെക്കാളും നിന്നോട് സമീപസ്ഥനായ ആളുകൾ ഉണ്ടാകുമോ? അപ്പോഴാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു തമ്പുരാന്റെ മറുപടിയുമായി ഇറങ്ങി വരാണ്. ഓ മൂസാ, സയ്യിദുനാ മൂസാ അലൈഹിസ്സലാത്തിന്റെ നമ്മുടെ ഈ വാളിന്റെ കബൂലിയത്തും ദുആ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ തർബിയത്തും തറഹും സ്വലാത്തൊക്കെ ഉറക്കെ പറഞ്ഞു. അല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ് എന്താ പറഞ്ഞ അൽഹംദുലില്ലാഹ് രഞ്ജൻമാരല്ല ഈമാനുള്ള അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ കേട്ടോ. അപ്പോ അതൊക്കെ ഉറക്കി, ഇതാണ് വാളിന്റെ കബൂലിയത്ത്. ഇന്നതില്ലാതെ പോയതാ നമ്മുടെ വാളിന്റെ കബൂലിയത്ത് നഷ്ടപ്പെട്ടു പോലെ. അല്ലാഹു പടച്ച നമ്മൾ ഇഷ്ടപ്പെടുന്ന അടിമകൾ ഉൾപ്പെടുത്തട്ടെ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തമ്പുരാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറിയിച്ചു കൊടുക്കുന്നു, മൂസാ നബിയെ, ദുനിയാവിൽ അല്ലാഹു തമ്പുരാനോട് മൂസാ നബിയെ, നിങ്ങളെക്കാളും അടുക്കുന്ന ഒരവസ്ഥ മനുഷ്യർക്ക് വരാറുണ്ട്. കലീമുല്ലാഹ് എന്ന സ്ഥാനത്തെക്കാളും അല്ലാഹു തമ്പുരാനോട് സമീപസ്ഥനാകുന്ന ഒരവസ്ഥ വരാനുണ്ട് മൂസാ നബിയെ. നാളെ മഹ്ശറിന്റേതായ ദാഹം പരവശരാകുന്ന ദുരവസ്ഥയിൽ ആ ദാഹം മാറാനുള്ള ഒരു ഒറ്റമൂലിയുമുണ്ട് നബിയേ. രണ്ട് ഹദീസുകൾ ഞാൻ കൂട്ടി പറയുവാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വഹാബത്തിനോട് വിവരിച്ചു കൊടുക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, മൂസാ നബിയേ, ശേഷം കാലാന്തരങ്ങളിൽ നീ പ്രവാചകത്വത്തിന് നന്ദി കുറിച്ചുകൊണ്ട് ആ തസ്ബീഹ് മാലയിലെ അവസാനത്തെ കണ്ണിയായി ഒരു പ്രവാചകൻ വരാനുണ്ട്. അതാണ് സയ്യിദുൽ അംബിയാ. എല്ലാ പ്രവാചകന്മാരുടെയും നേതാവ്, സർവ സൃഷ്ടി ചരാചരങ്ങളുടെയും നേതാവ് അവരാണ് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഹബീബ്. ആ ഹബീബിനെ ഓർത്തുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നവരാരാ? അവരാണ് അല്ലാഹുവിനോട് കരീമുല്ലാഹ് എന്ന സ്ഥാനത്തിനേക്കാളും സമീപസ്ഥര്. ആ സ്വലാത്തുകൾ ഏറ്റവും കൂടുതൽ ചെല്ലുന്നവരാരാ? അവർക്കാണ് നാളെ ദാഹം കൊണ്ട് വല്ലാതെ പരവശരാകുമ്പോ മഹ്ശറിന്റെ ദാഹത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒറ്റമൂലി അത് മാത്രമാണ്. മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ.
അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അതല്ലേ മറ്റൊരു ഭാഷയെ നമ്മൾ പഠിക്കുന്ന ഇന്ന ഔലന്നാസി ബി യൗമിൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാ. നാളെ ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നത് എന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലണവരാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ എന്റെ പ്രിയമുള്ള സഹോദര, നമ്മളെ മക്കള് വരുമ്പോ നമ്മൾ ഒരുപാട് ബർത്ത്ഡേകൾ നടത്തിയവരാണ്. അവർക്ക് ഒരുപാട് പിറന്നാൾ സമ്മാനങ്ങൾ നമ്മൾ കൊടുത്തവരാണ്. സന്തോഷിക്കാൻ വേണ്ടി പലതും ചെയ്തവരാണ്. അതിൻ്റെതായ മസ്തനകളൊക്കെ എവിടെ ഇരിക്കട്ടെ. ഇത്രയും കാലം നമ്മൾ പള്ളിയിൽ വരുന്നു, നമസ്കരിക്കുന്നു, വീട്ടിലിരിക്കുന്നു, നമസ്കരിക്കുന്നു, മൗലിദ് ഓതുന്നു, സ്വലാത്തുകൾ എമ്പാടെമ്പാടെ ചെല്ലുന്നുണ്ട്. പക്ഷേ പൊന്നുമോളെ 20, 30, 40, 50, 60 വയസ്സുള്ള എത്രയോ പേരെന്റെ മുന്നിലുണ്ട്. എന്റെ സഹോദര, നമ്മുടെ ഹൃദയത്തിലൊന്ന് കൈവച്ചുകൊണ്ടൊന്ന് ചിന്തിക്കും. നമ്മുടെ ജീവിതത്തിൽ 60 വയസ്സാണെങ്കിൽ 60 നബിദിനമാണ് കടന്നുപോയത്. ഒരൊറ്റ നബിദിനത്തിന് എന്റെ മുത്ത് നബിക്ക് ഒരു പിറന്നാൾ സമ്മാനം കൊടുത്താലെന്താ എന്ന് ചിന്തിക്കാൻ എന്തുകൊണ്ടാ പൊന്നുമോനെ നിനക്ക് കഴിയാതെ പോയത്? എന്തുകൊണ്ടേ? നമുക്ക് പറയുമ്പോ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ട്. ഉത്തരവിയെ കാണണ്ടേന്ന് വെച്ചാൽ കാണണം. ഉത്തരവി ഇഷ്ടമാന്ന് വെച്ചാൽ ഇഷ്ടമാണ്. മൗലിദ് നടത്തണ്ടേ നടത്തണം. ബൾബ് വേണ്ടേ വേണം. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഒരൊറ്റ വർഷം പോലും നമ്മുടെ ഹൃദയങ്ങള് ദുനിയാവിന്റെ പല ആശകൾക്കും ഒരാഘോഷങ്ങൾക്കും വേണ്ടി മാറ്റിവെച്ച നമ്മുടെ മനസ്സില് ഒരു വട്ടം പോലും എന്റെ മുത്തുനബിക്ക് ഒരു പിറന്നാൾ സമ്മാനം കൊടുക്കാൻ എന്തേ മുസ്ലിമേ നിന്റെ മനസ്സ് ചിന്തിച്ചില്ല? ഈ നിമിഷമെങ്കിലും നിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ഒരു ചിന്തയൊന്ന് കടന്നു വരട്ടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വർഷം നമുക്കൊരു പിറന്നാൾ സമ്മാനം കൊടുക്കണ്ടേ? അല്ലാഹു കബൂലാക്കട്ടെ. ഖുർആനല്ലേ എന്തൊന്ന് വാങ്ങും. ഇപ്പൊ കടലൊക്കെ അടിച്ചു. മുസ്ലിമിന്റെ വിജയം എപ്പോഴും വസ്തുക്കളിലല്ല, കാണാൻ പറയട്ടാ അല്ലേ? ഖുർആനിൽ മുഅ്മിനീങ്ങളെ കുറിച്ച് വല്ലതിനും യുമിനൂന ബിൽ ഗൈബി എന്നാ പറഞ്ഞു. കാണാത്ത അല്ലാഹുവിനെയും കാണാത്ത മുസ്ലിമിയുടെ പിന്നാലെ നമ്മൾ നടക്കണേ അല്ലേ? അതാ നമ്മുടെ ഈമാൻ. അപ്പൊ നമ്മുടെ ഈമാനാണ് ഏറ്റവും വലിയ സമ്മാനം. ആ ഈമാൻ കൊണ്ടുള്ള സമ്മാനം നമുക്ക് കൊടുക്കാൻ കഴിയണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഞാൻ വരും ഇൻഷാ അല്ലാഹ്. ഞാൻ വരും. പള്ളി പറയണം പിറന്നാൾ സമ്മാനം പറഞ്ഞില്ലാന്ന് പറയണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉസ്താദ് സ്വലാത്തിന്റെ ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞു. അങ്ങോട്ടൊന്നും കാര്യം കിടക്കുന്നില്ല. ആ മുത്തുനബിയെ എങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിക്കാം എന്നിടത്താണ് നമ്മൾ ഇന്ന് ചിന്ത കൊടുക്കേണ്ടത്. ഇപ്പൊ കുറെ കാലമായി സ്വലാത്ത് മുടങ്ങി കിടക്കയില്ലേ അല്ലേ? ഉണ്ടോ? എല്ലാ മാസവും ഉണ്ട്. എന്നാ എടുക്കണം? ഞായറാഴ്ച. വിചാരസ്ഥാനിയിൽ വന്ന് എടുക്കണാണോ? പണ്ടേ തുടങ്ങിയാണോ? ആരാണ്? ഞാനാണ് തുടങ്ങിയില്ലേ? എത്ര വർഷമായി? 10 കൊല്ലാവുന്നു. എന്നെ ഓർമ്മണ്ടല്ലോ. എന്നെ പേരോ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ പ്രശ്നം. അപ്പോ ഷാക്കിർ ഹുസൈൻ അലികളൊപ്പത്തിന് അപ്പൊ ആ വർഷം നോക്കിയാ. അപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ എങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ കയറ്റാം? ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ സയ്യിദ് ഉസ്താദും നമ്മളെ സലീം മന്നാനി ഉസ്താദും കൂടെ നമ്മളെ ചീഫ് ഇമാമും കൂടെ ഇന്നതുപോലെ കായറാക്കാരെയും ബഷീറാക്കാരെയും വീട്ടിൽ വരെയാണെന്ന് തീരുമാനിച്ചു. അടുത്തേക്ക് അമ്മമാരെ എന്റെ പേര് പറയാൻ അവിടെ അതിലടുത്ത് വരുന്നുണ്ട്. തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? വഴങ്ങ് കഴിഞ്ഞാൽ ഓടിച്ചെന്ന് ആ സെറ്റിയിലൊക്കെ നമ്മളെ മക്കളെ മെനങ്ങാന്ന് ഊരിയിട്ട അണ്ടർക്ലോത്ത് അടക്കം പറക്കുന്നത്. കാരണം അങ്ങനെയാണ് നമ്മളെ വീട്ടിലെ ശീലം. കാരണം ഇതൊക്കെ സെറ്റിയിലിട്ട് അവിടെ കിടക്കും. സ്കൂൾ അടച്ചിട്ട് 3-4 ദിവസം ആയെങ്കിൽ അന്ന് കൊണ്ടിട്ട പുസ്തകം ഇപ്പോൾ ഇവിടെ കിടക്കും. അതൊക്കെയാണ് നമ്മളെ വീട്ടിലെ ശീലങ്ങൾ. അപ്പൊ അതെല്ലാം പറക്കി ഒതുക്കി ഹാള് റൂമൊക്കെ സെറ്റാക്കി അല്പം ഒന്ന് തൂത്ത് വൃത്തിയാക്കി. കാരണം എന്താ?
നമ്മളെ ഉസ്താദ് വരാൻ ചെയ്യൂലേ? സ്വാഭാവികമായും ആരും ചെയ്യോ? ഉറപ്പാണല്ലോ. അതെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞില്ല. സന്തോഷം. അല്ലാഹു നടക്കത്തില്ല. നാളെയുടെ ദിവസമേ നമ്മുടെ മുത്തിനൊരു നമ്മളെ വീട്ടിൽ വരുക. നമുക്ക് എന്തെങ്കിലും ആഗ്രഹം മുത്തുനബിയോട് തോന്നാത്തൊരു ദിവസം ഉണ്ടാവില്ല. എങ്ങനെയൊക്കെ പൊട്ടീസായി കിടന്നാലും ഈമാൻ ഒരു അല്പമെങ്കിലും അവന്റെ ഉള്ളിലുണ്ടെങ്കിൽ മുത്തുനബിയോട് ഒരു ഇഷ്ടം ഇല്ലാത്ത മുസ്ലിം ഉണ്ടാവില്ല. ശരിയല്ലേ? നാളെ മുത്തുനബി നമ്മളെ വീട്ടിൽ വരും. റബീഉൽ പോലെ 1 കഴിഞ്ഞ് 11 കഴിഞ്ഞ് 12ന്റെ സുദിനമാണ്. മുത്തുനബി എന്റെ വീട്ടിൽ വരുമെന്ന് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? ആര് പറഞ്ഞിട്ടില്ല? അന്തസ്സ പള്ളിയിൽ അറിയിക്കാത്ത? പള്ളിയിൽ അറിയിച്ചില്ല? പടച്ച തമ്പുരാൻ മുത്തുനബി വരുമെന്ന് ആരും അറിയിച്ചില്ല. അറിയിച്ചു. ഈ കണ്ടെല്ലാം പടച്ച തമ്പുരാൻ അറിയിച്ചു. ഈ ലോകമൊട്ടുക്കും കറബൽകളും ഈമാനുള്ളവന്റെ സ്ഥലത്തു കൂടി നടന്നു പോയാൽ അവിടെയെല്ലാം വിളിച്ചു പറയാം, പോടാ വീട് വൃത്തിയാക്കാം എന്ന് നമ്മളെ തല്ലി ഓടിച്ചു വിടുകയാണ്. അത്രമാത്രം പ്രകമ്പനങ്ങൾ ഉണ്ടായിട്ടും എന്റെ പൊന്നുമോളും എന്റെ പൊന്നുമോനും ഈ നിമിഷം എന്ന മുത്തുനബിയെ കാണിക്കണേ അല്ലാഹുവേ, മുത്തുനബിയെ കാണിക്കണേ ഈ ഒരു ആമീൻ പറയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ മുത്തുനബി എന്ന് കടന്നു വരുമ്പോ നാളെയുടെ പരിശുദ്ധ റബീഉൽ എന്ന മുത്തുനബി എന്റെ വീട്ടിലോട്ട് കടന്നു വരുന്നെന്ന് സങ്കല്പിച്ചാൽ എന്റെ മുത്തുനബിക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തത്? റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ പള്ളിയുടെ മുകളിൽ കേട്ടാ മതിയോ? എന്തേ മഗ്‌രിബിന് ശേഷം നിന്റെ വീട്ടിലെ മക്കളെയും കൂട്ടിയിരുത്തിയിട്ട്, അതല്ലെങ്കിൽ പള്ളിയുടെ സമയം മാറിയിട്ട് വേറൊരു സമയം മക്കളെയും കൂട്ടിയിട്ട് 12 ദിവസം പോരാ 30 ദിവസം മൗലിദ് പാടണമെന്ന് എന്തേ നിങ്ങൾ ചിന്തിച്ചില്ല? ആ ദിവസമെല്ലാം മക്കൾക്ക് ഓരോ മുട്ടായെങ്കിലും വാങ്ങിക്കൊടുത്ത്, ഓരോ ചീരനെയെങ്കിലും വാങ്ങിക്കൊടുത്ത് എന്തുകൊണ്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചില്ല? എന്തിനാ നിങ്ങൾക്ക് മുത്തുനബി വേണ്ടേ? എന്തിനാ നിങ്ങളെ മുത്തുനബിയെ കാണണേ? എന്തിനാ നിങ്ങൾ മരിക്കുന്ന മുത്തുനബിയെ കാണണമെന്ന് ആഗ്രഹിക്കണേ? അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഒരു 10 പൈസ കൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പരാജയം ഇവിടെയാണ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇവിടെയാണ് നമ്മുടെ മനസ്സിന്റെ പരാജയം. ഇപ്പൊ നോക്കിക്കേ, മുമ്പൊക്കെയാണെങ്കിൽ വയസ്സായ കോവിഡ് വന്ന സമയത്ത് ചില കാക്കന്മാരൊക്കെ പാരാത്രി 12 മണി പതിലിയാടിയൊക്കെ വയസ്സായ കാക്കന്മാർ 90 ഇല്ലേ, കാറ്റടിച്ച അപ്പ കാറ്റ് പോണ കാക്കന്മാരടക്കം പള്ളിക്കകത്ത് വരാതെ എന്തൊരു വെപ്രാളം. പള്ളി പോകാനായിട്ട് ഒരു സുഖവും ഇല്ലേ തങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് എന്തൊരു ബഹളമായിരുന്നു അറിയാം. ഇപ്പോ കോവിഡ് കഴിഞ്ഞപ്പോ അതേ കാക്കന്മാര് പറയാം, അപ്പൊ പഴയതിലൊന്നും പള്ളി പോയി ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സ്വലാത്ത് ചെല്ലുന്നുണ്ട്, മൗലിദ് കൂടുന്നുണ്ട്. പക്ഷേ ദീനിന്റെ ഒരു വിഷയം വരുമ്പോ നമ്മൾ മാറിയിരിക്കുകയാണ്. അല്ലാഹു കാക്കട്ടെ. ഈമാൻ ഉണ്ടെങ്കിൽ മുത്തുനബിയുടെ ഏത് വിഷയം എവിടെ നടന്നാലും പങ്കെടുക്കാൻ കഴിയുള്ളവനാകണം. അല്ലാഹു അതിന് നമുക്ക് ഭാഗ്യം തരട്ടെ. മുത്തുനബിയോട് എങ്ങനെയാ ഇഷ്ടം വേണ്ടേ? സ്വലാത്ത് കൊണ്ടുള്ള ഇഷ്ടം എന്തിനാണ്? ഗഞ്ചയും മുസ്ലിം ജമാഅത്തിന്റെ ഓരത്ത് അതൊന്ന് തണുത്തുപോയെങ്കിൽ മാസം തോറും സജീവമാക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. തണുത്തു പോയാൽ തണുക്കുന്നത് നമ്മുടെ വരും തലമുറയുടെ മുത്തുനബിയുടെ മക്കളുടെ ഈമാനാ. ഇന്ന് പല പള്ളികളിലും കാണാം, കമ്മിറ്റികൾ നുഴഞ്ഞു കയറിയിട്ട് പള്ളികൾ പിടിച്ചടക്കിയിട്ട് മൗലിദുകളും കുത്തുബിയത്തുകളും തീർക്കുന്ന ഒരവസ്ഥയാണ്. വിവരമില്ലാത്തവർ കുത്തുബിയത്ത് ഓതുന്നത് അമ്പലമെന്ന് പോലും പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് മുസ്ലിം ലോകത്തിന്റെ പ്രവാസ ലോകത്ത് കഴിഞ്ഞവരെ പോലും പൊക്കിക്കൊണ്ട് നടന്നവര് പോലും കൈവിട്ടുപോയ ഒരു ദുരവസ്ഥയുള്ള കാലമാണ്. ആ കാലത്തിലേക്ക് നമ്മുടെ മക്കളെ മടങ്ങി വരാതിരിക്കാൻ ഇപ്പോഴേ ആ മനസ്സിലെ സ്വലാത്തിന്റെ മാധുര്യം കയറ്റാൻ അവരെ ഈ പ്രായത്തിലെ നമ്മൾ ചെയ്തെടുക്കേണ്ടതുണ്ട്. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇരിക്കുന്ന ഉമ്മമാരെ പള്ളിയിൽ പോകാതെ കൊച്ചുമക്കളെ വിളിച്ചിരുത്തി മൗലിദ് ഓതിയിട്ട് മുട്ടായൊക്കെ കൊടുത്തിട്ട്, മോനെ നമുക്ക് ഇങ്ങനെ ഒരു ഉപ്പാപ്പ ഉണ്ടടാ, ഇങ്ങനെ മുത്തു ഹബീബ് ഉണ്ടടാ, ആ മുത്തു ഹബീബിന് നമുക്ക് ഇങ്ങനെ മൗലിദ് ഓതണം മോനെ. അപ്പൊ ദുആ ചെയ്യുമ്പോ മോനെ നിന്റെ വാപ്പ
ഉപ്പാപ്പാരെ ഉപ്പ അല്ലെങ്കിൽ ഉപ്പാപ്പ ഉമ്മാടെ ഉപ്പ ഉപ്പാപ്പ അവരൊക്കെ ഇന്ന് ഖബറിലാ. മോനെ, നിന്റെ കയ്യിൽ ഇന്നലെ ചെറിയൊരു തീ പൊള്ളിയപ്പോ നീ ഒരുപാട് കരഞ്ഞില്ല മോനെ. പൊന്നു മോനെ, നിന്റെ കുഞ്ഞിളം പ്രായത്തിൽ ഒരുപാട് എടുത്തു കടന്നു നിന്റെ ഉപ്പാപ്പ ഇന്ന് ഖബറിൽ ഒരുപക്ഷേ നരകത്തിന്റെ തീയിൽ കിടന്ന് വേവുകയാകും. ഈ മൗലിദ് ഓതിയിട്ട് നീ ഒന്ന് ആമീൻ പറയണ മോനെ. ഉമ്മയൊന്ന് ദുആ ചെയ്യാം. അവിടെ വിളിച്ചിരുത്തിയിട്ട് ദുആ ചെയ്യുമ്പോ ആ മകൻ ആ ശൈലിയിൽ വളർന്നു വന്നാലേ അവൻ വലുതാവുമ്പോ ഈ ഉമ്മാക്കും അതുപോലെ കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അങ്ങനെ വരുമ്പോ അവിടെയും ചില ഉമ്മമാർ ഇവിടെ പഞ്ചളയും ആ മക്ക കിട്ടിപ്പോലെ പഞ്ചാര ഉള്ളി വാങ്ങിട്ട് പോയി. ആ പഞ്ചാര അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ദിവസം ലഡുവാണെങ്കിൽ ലഡു. ഒരു മഹാനായ ഞങ്ങളൊക്കെ പറഞ്ഞെന്നറിയോ, മൗലിദ് ഓതിയിട്ട് അന്നദാനം കൊടുത്ത് ആ അന്നദാനം കഴിച്ചാൽ തന്നെ രോഗം ശരിയാകും, ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറും, ഭർത്താവിന്റെ ശമ്പളം കുറഞ്ഞത് കിട്ടും, എല്ലാ ബുദ്ധിമുട്ടും മാറുന്ന ഇത് ഉറപ്പായ സംഗതിയായിട്ട് ഇമാമിങ്ങൾ ഇപ്പൊ പറഞ്ഞതാ. ഇത് ആരെങ്കിലും എഴുതി വെച്ചതല്ലേ. ഇത് അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അത് ഉൾക്കൊള്ളണമെങ്കിൽ നേരത്തെ പറഞ്ഞ അള്ളാഹു വലിയ മഹത്വം കൊടുത്ത മാസമാണ് മൗലിദ് എന്ന തിരിച്ചറിവുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അള്ളാഹു നമുക്കും എല്ലാവർക്കും ഭാഗ്യം തരട്ടെ. എങ്ങനെയാ പഠിപ്പിച്ചെന്നറിയോ? മഹാനായ സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ നേതാവായ ഖുതുബുൽ അഖ്താബ് അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, അവിടുത്തെ മാതാവേ ഉമ്മുൽ ഖൈർ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പൊന്നുമോനെ വളർത്തുമ്പോ നാലാമത്തെ വയസ്സിൽ ഉമ്മ ഇരുന്ന് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് കരയുമ്പോഴാ ഈ മഹാനാണ് ജീലാനി തങ്ങളെന്ന് അബ്ദുൽ ഖാദർ എന്ന പൊന്നുമോൻ ഇഴഞ്ഞു വരാട് നടന്നു വരാട് ഉമ്മാന്റെ തോളത്തോട്ടൊന്ന് കയറാ ശ്രമിക്കുകയാ. കഴിയുന്നില്ല. ഉമ്മാന്റെ മടിയിലോട്ടൊന്നിരിക്കുകയാ. ഉമ്മ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചു. നോക്കുമ്പോ ഉമ്മാടെ രണ്ട് കണ്ണുകളും ഇങ്ങനെ ധാരധാര ഒഴുകുകയാ. പൊന്നുമോനുമ്മാന്റെ കവൽത്തരം ഇങ്ങനെ തടവി കൊടുത്തിട്ട് ചോദിക്കുകയാ, പൊന്നുമ്മ ഉമ്മാനാരാ വടക്ക് പറഞ്ഞേ, ഉമ്മച്ചി ആരാ തല്ലിയേ? കുഞ്ഞിളം പ്രായത്തിന്റെ മനസ്സില് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആ പൊന്നുമോൻ ചോദിക്കുകയാ. എന്റെ ഉമ്മ, അവിടത്തേക്ക് ആരാ വിഷമുണ്ടാക്കിയത്? ഉമ്മ എന്തിനാ കരയണേ? പൊന്നുമോനെ ഉമ്മയുടെ മാറത്തോട്ട് ചേർത്ത് പിടിച്ചിട്ട് ആ പുന്നാര ഉമ്മച്ചി പറഞ്ഞത് എന്താണെന്നറിയോ? മക്കളെ എന്ത് പറഞ്ഞു കൊടുത്താ വളർത്തേണ്ടതെന്നാ പഠിക്കേണ്ടത്. ഒക്കത്തിരിക്കുന്ന പാല് കൂടി മാറാത്ത പ്രായത്ത് പോലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മൊബൈൽ എടുത്തു കൊടുത്തിട്ട് തെമ്മാടിത്തരം കാണിച്ചുകൊണ്ട് പാല് കുടിക്കണ ഉമ്മമാര്, ഭക്ഷണം കൊടുക്കണ ഉമ്മമാര് വളരെ സൂക്ഷിച്ചോ. ഇന്ന് മക്കൾ വഴികെട്ട ലോകത്തിയ അതിപ്രസരത്തിലൂടെ ഇന്നത്തെ മക്കളെല്ലാം വഴിയേടിന്റെ അങ്ങേയറ്റത്തിലാണ്. ഊപ്പുകുത്തിയിരിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പ്ലസ് ടുവിലും 10ലും 8ലും പഠിക്കണ മക്കള് ഇന്ന് അന്വേഷിച്ചു പോകുമ്പോ പല വിഷയങ്ങളിലും ഇടപെടുമ്പോ സുബ്ഹാനല്ലാഹ് വല്ലാത്ത അപകടാവസ്ഥയാ. ഒന്ന് ഹോമോസെക്ഷൽ, മറ്റൊന്ന് ലെസ്ബിയാനിസം. മുമ്പൊക്കെയാണെങ്കിൽ ഹോമോസെക്ഷലിന് ആണും കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നതല്ല. ഇന്ന് പെണ്ണും പെണ്ണിനെ കല്യാണം കഴിക്കുന്ന പ്ലസ് 2 പഠിക്കുന്ന ലെസ്ബിയാനിസത്തിന്റെ പിന്നാലെയാണ് ഇന്നത്തെ യുവതലമുറ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഈ സാധുവിന്റെ മുന്നിൽ പോലും അവരെ ഒന്ന് പിരിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് കരയുന്ന, മാവിട്ട് കരയുന്ന ഉമ്മമാർ എത്രയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. മറ്റൊരു ലോകമാണെങ്കിൽ യൂട്യൂബിലുള്ള കണ്ടും ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ കണ്ടിട്ട് അവർക്ക് അല്ലാഹ് എന്തല്ലാ, എന്ത് നിസ്കാരം, എന്ത് കാര്യം ഇങ്ങനെ ചോദിക്കുന്ന ആരാ? തട്ടമിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പഠിച്ചത് അത്ഭുതം. വെളി വരുമ്പോ നമുക്ക് നാട്ടുകാരൊക്കെ അത്ഭുതം കൊണ്ട് അല്ലോ ആ മോളാ ഇങ്ങനെ പറയണേ. ഈ ഒരു ദുരവസ്ഥ എങ്ങനെയെങ്കിലും കൊണ്ട് മദ്രസയെ തള്ളിയിട്ട് 5-5ാം ക്ലാസ് കഴിയുമ്പോൾ പൂട്ടിക്കെട്ടി നേരെ ട്യൂഷനും കൊണ്ടാക്കിയിട്ട് മദ്രസ പണ്ട് നിർത്തി പോകുമ്പോ നമ്മൾ ആലോചിക്കണം, അപകടമാണ്. ഒരു മകൻ ഉപയോഗപ്പെടേണ്ടത് എവിടെയാ? ഡോക്ടറായി, എഞ്ചിനീയർ ആയിട്ട് അവസാനം വാപ്പായും ഉമ്മായി അട്ടത്ത് കിടക്കുമ്പോ വന്ന് വയസ്സാം കാലത്ത് പിന്നെ കിടന്ന കിടപ്പിൽ അങ്ങോട്ട് പോകുമ്പോ അത് വാരിക്കളന്ന മക്കളാക്കണമെന്ന് ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ അല്ല മക്കൾ ഉപകാരപ്പെടേണ്ടത്.
മക്കൾ ഉപകാരപ്പെടുന്ന മരണശേഷം ആ ഉമ്മ മരിച്ചു കിടക്കുമ്പോ ഓടി വന്ന് എന്റെ തള്ളാ ഇതെന്റെ ഉമ്മ ചെയ്യാൻ എന്റെ ഉപ്പയാണ് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് നിലവിളിച്ച് ഒരു വാക്ക് പറയാൻ ഒരു പൊന്നുമോളും മോളും ഉണ്ടെങ്കിൽ നീ വിജയിച്ചു. അല്ലാഹു അതിന് ഭാഗ്യം തരട്ടെ. അല്ലാഹു അതിന് ഭാഗ്യം തരട്ടെ. ഒന്നുകൂടി ഞാൻ എടുത്തു പറയാം. സമ്പന്നരായ ആളുകളാണ് മുമ്പ് പോയതെങ്കിൽ ഇന്ന് സമ്പന്നന്മാരെ മക്കളെ പാദരാത്രികളിൽ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുത്ത് വീട്ടിൽ വെച്ചുകൊണ്ട് ട്യൂഷൻ എടുത്തിട്ട് പലരും ദീനിലേക്ക് വരുക. ഡോക്ടർമാരെ എനിക്കറിയാം. ഡോക്ടർ കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് തന്നെ പഠിക്കാൻ വരുന്നവരുണ്ട്, അല്ലാതെ പഠിക്കാൻ വരുന്നവരുണ്ട്, നമ്മൾ അക്ബർ ഉസ്താദിന്റെ അടുത്ത് പഠിക്കാൻ വരുന്നവരുണ്ട്. എത്രയോ ഡോക്ടർമാരുണ്ട്. പക്ഷേ ഈ വഴികേടിന്റെ ലോകത്തേക്ക് തള്ളപ്പെടുന്നതെല്ലാം ഉണ്ണാനും ഉടുക്കാനും നിറച്ചു തിന്നാനും വകയില്ലാത്ത ഇടത്തരത്തിലുള്ള വീടുകളിൽ നിന്നുള്ള മക്കളാണ് എന്ന് ഓർക്കുമ്പോഴാ സങ്കടം വരണേ. കാരണം എന്താ, ഒരു കാലത്ത് ഈ പള്ളിക്കും ദീനിനും വേണ്ടി ഒരുപാട് പാടുപെട്ട ഈമാനുള്ള സന്തതികളുടെ ഈമാനുള്ള പൊന്നോമനകളുടെ മക്കളാണെന്ന് ഓർക്കുമ്പോൾ വല്ലാതെ സങ്കടമുണ്ട് പ്രിയപ്പെട്ടവർ. ഓരോന്നിന്റെ മുഖം കാണുമ്പോൾ, ചില തള്ളമാടെ മുഖം കാണുമ്പോൾ കടച്ചു തമ്പുരാനെ കയ്യെടുക്കലല്ല നിർവാഹമില്ല. ഇതുപോലെ ഓർമ്മ വരുമ്പോ പറഞ്ഞു തരും. ചില ആൾക്കാർക്ക് കൊള്ളും, ചില ആൾക്കാർ ഓർമ്മ എങ്ങനെ നമുക്ക് അറിഞ്ഞൂടെ, അതൊക്കെ മുന്നേ അവരെന്ന് തള്ളും. ഏതായാലും ഉൾക്കൊണ്ടാൽ അള്ളാഹു വിജയിപ്പിക്കട്ടെ. മഹാനായ ജിലാനി തങ്ങളോട് ആ പൊന്നുമ്മ പറഞ്ഞു കൊടുക്കുന്ന മോനെ, പൊന്നുമോനെ ഇത് സങ്കടത്തിന്റെ കരച്ചിലല്ല, പൊന്നുമോനെ ഇത് സങ്കടത്തിന്റെ കരച്ചിലല്ല മോനെ, നമുക്കൊരു ഉപ്പാപ്പയുണ്ടടാ. അങ്ങ് മദീനയുടെ മണലാരുണ്യത്തിൽ അതേ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന മഹാത്ഭുതമാടും കണ്ടാളെന്തരാനന്ദമാണെന്നറിയോ. ചന്ദ്രൻ പോലും നാണിച്ചു പോകുമ്പോന് മുത്തുനബിയൊന്നും മലർന്നു നോക്കിയ സൂര്യൻ പോലും ഒന്നും മേഘാവൃതമായി മറഞ്ഞു പോകുമത്രേ. അത്രമാത്രം അത്ഭുതമാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ സ്വല്ലല്ലാഹു കുറവാണ്. എവിടെ പോകുന്നത് അപ്പോ ജീലാനി തങ്ങളോട് പറയുന്ന പൊന്നുമോനെ എന്തോരു അത്ഭുതമാണെന്നറിയോ. ആ കുഞ്ഞിളം പ്രായത്തിന്റെ കുഞ്ഞു മനസ്സാ ഉമ്മയോട് ചോദിച്ചത്, പൊന്നുമ്മ ആ ഉപ്പച്ച എനിക്കൊന്ന് കാണാൻ പറ്റോ, പൊന്നുമ്മ ഉപ്പച്ച എനിക്കൊന്ന് കാണാൻ പറ്റുമ്മ. സുബ്ഹാനല്ലാഹ്, 4 അല്ല 10 അല്ല 15 അല്ല 20 അല്ല 40ാമത്തെ വയസ്സിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന നിങ്ങളുടെ ആരെങ്കിലും മക്കള് മുത്തുനബിയെ കാണാനുള്ള സ്വലാത്തേവാ, ആ മുത്തുനബി എങ്ങനാണെന്ന് കാണാൻ പറ്റിയ ഒരു ഉമ്മയോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്ക്. ചോദിക്കുമ്പോഴാണ് ഉമ്മ പറയാണ്, മോനെ പറ്റുമെടാ, നിന്റെ പ്രായത്തിൽ ആ പൊന്നുമോനെ ആ റസൂലുള്ളാഹിനെ കാണാൻ പറ്റിയ കാരണം മുത്തു ഹബീബിന് കുഞ്ഞുങ്ങളെ വല്ലാതെ ഇഷ്ടമാ. മദ്രസയുടേതായ പ്രിയപ്പെട്ട മദ്രസയിലെ പൊന്നാര മക്കള് അതേ 1 ലക്ഷത്തിന് പുറത്തോളം ഇബ്രാഹിമിയ സ്വലാത്ത് ചെല്ലിയെന്ന വാക്ക സലീം ഉസ്താദ് പറയുമ്പോ എന്റെ മനസ്സ് വല്ലാതെ സന്തോഷമാ. ഇനിയും ചെല്ലാനേ ചെല്ലിയ ഒരു മക്കളെയും നാളെ ദീനിന്റെ ശത്രുക്കളാക്കല്ല അല്ലാ, സ്വലാത്തിന്റെ എതിരാളിയാക്കല്ല അല്ലാ, പടച്ചവനെ പള്ളിയെ കുറ്റം പറയണവരാക്കല്ല അല്ലാ, മാതാപിതാക്കൾക്ക് എതിര് പ്രവർത്തിക്കുന്ന വേദന ഉണ്ടാക്കുന്ന മക്കളാക്കല്ല അല്ലാ. ബറക്കത്തി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി കഴിഞ്ഞിട്ട് കുറച്ച് വർഷം കഴിയുമ്പോഴാണ് പുന്നാരമോനെ അബ്ദുൽ ഖാദർ എന്ന കാന്തം, അബ്ദുൽ ഖാദർ എന്ന വല്ലാതെ വീര്യമുള്ള പൊന്നുമോന് 7 വയസ്സോ 9 വയസ്സോ ആകുമായിരിക്കാം. ഇതേ ഉമ്മ
ഉമ്മച്ചീനെ മടിത്തട്ടിലോട്ട് ഓടിക്കേറിയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയാ, ഉമ്മ, നമ്മുടെ ഉപ്പച്ചിയെ ഞാൻ കണ്ടുമ്മാ, നമ്മുടെ ഉപ്പാപ്പയെ ഞാൻ കണ്ടുമ്മാ. ഉമ്മ പറഞ്ഞ പോലെ അല്ലേ ഉമ്മ, സൂര്യനൊന്നും അല്ലേ ഉമ്മ. ജനിച്ചു വീണിട്ട് 7 ദിവസം കഴിഞ്ഞില്ല. അപ്പോഴാണ് മക്കയിൽ വല്ലാതെ വരൾച്ച ബാധിക്കുന്നത്. അപ്പോഴാണ് അബ്ദുൽ മുത്തലിബിയെ കുട്ടിയെടുത്ത് ഓടിപ്പോവുകയാണ്. ഇവിടെ പരിശുദ്ധമാണ് ഹറമിലേക്ക് അബ്ദുൽ മുത്തലിബ് ഓടിപ്പോവുകയാണ്. തുണിയിൽ മൂടിക്കൊണ്ടിട്ട് ആ കഅബാലയത്തിന്റെ ഓരത്ത് പോയിട്ട് കത്തിച്ചൊലിക്കുന്ന മക്കയുടെ മണലുകളെല്ലാം ചവിട്ടിയാൽ ചുട്ടുപൊള്ളുന്ന ചൂടുള്ള സമയത്ത് റസൂലുള്ളാഹിന്റെ പുറത്ത് നാം വലിയ അങ്ങ് പുതപ്പങ്ങ് മാറ്റുന്നു. കത്തിച്ചൊലിക്കുന്ന സൂര്യൻ നാണിക്കുന്നു. ആകാശത്ത് മേഘം വന്ന് നിറയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമെന്ന് കാണുമ്പോ സൂര്യൻ പോലും നാണിച്ചുകൊണ്ടതാ മഴത്തുള്ളികൾ വിടാൻ തുടങ്ങി. മക്കയെ പുളകം ചാർത്തി. കുഞ്ഞായ മുത്തുനബി, കുഞ്ഞായ മുത്തുനബി, ആ മുത്തുനബിയുടെ മുഖത്ത് നോക്കാൻ സൂര്യന് കഴിയില്ലെങ്കിൽ ചിന്തിക്കണേ നമ്മുടെ മുത്തിന്റെ അത്ഭുതം. അല്ലാഹുവേ, ഒരിക്കലെങ്കിലും കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ആ സ്വലാത്ത് കൊണ്ടുള്ള സാമീപ്യം എന്താണെന്നറിയോ? ഒരു വേള മദീനത്തിന്റെ ഓരത്ത് മഹാനായ മുത്തു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണ്. തൊട്ടടുത്ത് അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്. തൊട്ടടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുണ്ട്. ഒരുപാട് നേരം ഇങ്ങനെ കുശലം പറഞ്ഞിരിക്കുമ്പോ അല്ലാഹ് അവിടേക്ക് ഒരു സാധുവായ കാട്ടറബി പോലെ ഒരു വിദേശിയായ മനുഷ്യൻ കടന്നു വന്നു. ആദിവാസിയായ ഒരു മനുഷ്യനെ പോലെ ഒരു മനുഷ്യൻ കടന്നു വന്നു. ആ മനുഷ്യൻ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും ഇഷ്ടമുള്ള അബൂബക്കർ ഒരു സമയത്തും മാറ്റി നിർത്തിയിട്ടില്ലാത്ത അബൂബക്കർ സിദ്ദീഖ്. ഇവിടെയാണ് നമ്മൾ പണങ്ങുന്നത്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു സ്ഥലത്തും മാറ്റി നിർത്തിയിട്ടില്ലാത്ത അബൂബക്കർ സിദ്ദീഖ്. അവിടത്തോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, അബൂബക്കറെ ഒന്ന് നീങ്ങിയിരിക്കുമോനെ. അബൂബക്കറിന് സഹിച്ചില്ല, വല്ലാത്ത വിഷമമായി പോയി. അബൂബക്കർ മുത്തുനബി പറഞ്ഞതാണ് നീങ്ങിയിരുന്നു. ആ മനുഷ്യനെ മുത്തുനബിയുടെ അടുത്ത് പിടിച്ചിരുത്തി. കുറച്ചു നേരം എന്തോ ചെറിയ അദ്ദേഹം പറഞ്ഞു. അതും മുത്തുനബി കേട്ടു. മുത്തുനബി ദുആ ചെയ്തു. ആ മനുഷ്യനെ ഇറങ്ങിപ്പോയി. അബൂബക്കറിനെ നീക്കിയിരുത്തി ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓർമ്മ വെച്ച നാള് മുതൽ നമ്മൾ കളിക്കൂട്ടുകാരായ വളർന്നു വന്ന ഈമാനിലും അങ്ങനെയാ. അവ്വലു മൻ ആമന ബി അബൂബക്കർ അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ അവ്വലു മൻ ദഖൽ ജന്ന അബൂബക്കർ. ഇങ്ങനെയെല്ലാം മഹത്തമുള്ള അബൂബക്കർ നിങ്ങൾ ചോദിക്കുന്ന നബിയേ, അവിടത്തേക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഞാൻ ചെയ്തു പോയോ? എന്റെ ഭാഗത്തുനിന്ന് അവിടുത്തെ തൃപ്തികരമല്ലാത്ത എന്തെങ്കിലും വന്നോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ, ഇല്ല അബൂബക്കറേ, ഇല്ല. പിന്നെന്ത് നബിയേ എന്ന് മാറ്റിയിരുത്തി. ആ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഓ മോനെ അബൂബക്കറേ റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു. അവരെയൊക്കെ പൊരുത്തം കിട്ടാനാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാഹു അവിടത്തെയൊക്കെ പൊരുത്തം കൊണ്ട് നമ്മളെ സ്വർഗ്ഗത്തിൽ കിടത്തട്ടെ. ഈ മൗലിദൊക്കെ മുത്തുനബിക്ക് വേണ്ടത്. മുത്തുനബിക്ക് അല്ലാഹ് വേണ്ടോലും കൊടുത്തു. ഇനി ആര് കൊടുത്താലും മുത്തുനബിക്ക് കൂടുതലും കിട്ടൂല, ആരും കൊടുത്തില്ലെങ്കിലും ഒട്ടും കുറയുമില്ല. മുത്തുനബിയുടെ പദ്ധതി അവിടെ. പിന്നെ ഇതൊക്കെ കൊണ്ട് എന്താ നേടണേ? ഇതുകൊണ്ട് മാത്രം ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടാലോ? നമ്മുടെ ഈമാൻ സലാമത്തുള്ള പ്രതീക്ഷകളാണ്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അത് മനസ്സിലാക്കി നടത്താണ് പലരും പിഴച്ചു പോണത്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ.
അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് മുത്തുനബി പറയുന്നു, ഓ അബൂബക്കറേ, ആ മനുഷ്യൻ ഈ ദുനിയാവിൽ ഇന്ന് വരെ ആരും ചെല്ലാത്ത ഒരു അത്ഭുതമാണ് സ്വലാത്ത്. എന്റെ പേരിൽ ചെല്ലുന്നുണ്ടെന്ന് അല്ലാഹു തമ്പുരാൻ എന്നെ അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് വരെ ലോകത്തൊരാളും ചെല്ലാത്ത ഒരു അത്ഭുതമാണ് സ്വലാത്ത്. ആ മനുഷ്യൻ എന്നെ അതാ ചെല്ലാതിരിക്കുന്നു ഇപ്പം മലക്ക് വന്ന് പറഞ്ഞതാ. അതുകൊണ്ട് അല്ലാഹു തമ്പുരാൻ പറഞ്ഞിട്ട് ആ മനുഷ്യനെ ഞാനൊന്ന് ആദരിച്ചതാണ്. അബൂബക്കർ തങ്ങൾ അത്ഭുതത്തോടെ മാപ്പുരന്ന് നബിയേ, മാപ്പാക്കണേ നബിയേ, അവിടത്തേക്ക് ആദരവ് കാട്ടിയവരെ ആദരിക്കണേല് നമ്മളെതിരില്ല. അങ്ങയോടുള്ള ഇഷ്ടം കൊണ്ട് വല്ലാതെ വിഷമിച്ചു പോയതാ. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. മഹാന്മാരെങ്ങനാണ്, മഹാന്മാരെങ്ങനാണ്, കണ്ടാലും മതിവരാത്തവരാണ് അവര്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാണിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യണവരാണ് നമ്മള്. പക്ഷേ പഴയ കാലത്തുള്ള എത്രയോ ഉലമാക്കളുണ്ട്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ആശീർവാദത്തോടെ ഹദീസ് എഴുതി തീർത്ത് ഞാൻ കൂടുതൽ പറയുന്നില്ല. ആ ബുഖാരി ഇങ്ങനെ എല്ലാം എഴുതി ഓരോ ഹദീസിലും മുത്തുനബിയെ കണ്ട് ആശീർവാദം വാങ്ങിച്ചെഴുതി ലോകത്തല്ല കൊടുത്ത ഏറ്റവും വലിയ അത്ഭുതം. മുസ്ലിമീങ്ങളുടെ ഖുർആൻ കഴിഞ്ഞ ഏറ്റവും വലിയ പ്രമാണമായ സഹീഹുൽ ബുഖാരി ബറക്കത്ത് കൊണ്ട് നമ്മളെ വിജയിപ്പിക്കട്ടെ. ആ ബുഖാരിയിലെ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ ആ വഫാത്തിന്റെ വേളയിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് അവിടെ നിന്ന് എഴുതി തീർത്ത ബുഖാരിയുടെ ഒരു പ്രതി എടുത്തിട്ട് തന്റെ മാറത്തോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാര് വന്നത്ര പിടിച്ചിട്ടും അത് പിടിവിടാതെ വെച്ചുകൊണ്ടിരിക്കുമ്പോ ശിഷ്യന്മാരും കൂടിയെന്നവരും ചോദിച്ചു, തങ്ങളെ എന്തേ പിടിവിടാത്തത്? മരണമാസന്നമാണ്, സമയമല്ലേ, കിതാബിന്റെ ഭാരം നെഞ്ചിൽ വീഴണോ? ഇമാം ബുഖാരി തങ്ങൾ പറയാ, 18 കൊല്ലം കൊണ്ട് ഞാൻ സ്വന്തമാക്കിയ ഭാരവാട് ഇത് വല്ലാത്തൊരു ആനന്ദമാ. ഇതെന്റെ നെഞ്ചത്തിരുന്നാലുള്ള ഗുണമെന്തെന്നറിയോ? ചുറ്റുഭാഗം കൂടിയുന്ന സഹോദരങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, പൊന്നുമക്കളെ, ഇതിന്റെ കൂടെ ഇരുന്നാൽ എന്റെ നെഞ്ചത്തിരിക്കുമ്പോഴാണെന്ന് വഫാത്തായ എന്റെ ഖബറിലും അതിനുശേഷമുള്ള ജീവിതത്തിലോ ഇത് മാത്രമാണ് എന്റെ രക്ഷയെന്ന് സയ്യിദുനാ ഇമാം ബുഖാരി. ദക്ഷിണ കേരളത്തിലെ ബുഖാരി മജ്‌ലിസ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷെ അത് അടുത്ത കൊല്ലമെങ്കിലും പോകണം. ആ സദസ്സിൽ ഒന്ന് ദുആയിൽ പങ്കെടുക്കാൻ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അവിടെ അല്ലേ ഉള്ളൂ, നമുക്കൊരു ഭാഗ്യമുള്ളതല്ലേ, അല്ലാഹു കബൂലാക്കട്ടെ. ഇനി ഒന്നുകൂടെ കേട്ടോ. മഹാനായ അബ്ദുൽ വാഹിബിൻ ആദമു തവാവസി എന്ന് പറയുന്ന വലിയ മഹാൻ, ഇമാം ബുഖാരി തങ്ങളുടെ സമകാലീനായ വലിയ പണ്ഡിതൻ. ആ മഹാനുഭാവൻ ഒരു രാത്രി ഇങ്ങനെ സ്വപ്നം കാണുവാണ്. ആ നെഞ്ചത്തിരുന്ന ബുഖാരിയുടെ കഥ ഞാൻ പറഞ്ഞുതരാം, എന്തിനാ വെച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ മഹാനുഭാവൻ ഇങ്ങനെ പാദരാത്രി സ്വപ്നം കാണുന്നു. സുബ്ഹാനല്ലാഹ്. നോക്കുമ്പോഴാ നമ്മളെല്ലാവരും കൊതിക്കണ പോലെ, നമ്മളെല്ലാവരും ആശിക്കണ പോലെ, അല്ലാഹുവേ മരിക്കണേനും ഒരിക്കലെങ്കിലും ഓർമ്മ വെച്ച നാള് മുതൽ നമ്മൾ വല്ലാതെ ആശിച്ചു പോണതാണല്ലോ, വല്ലാതെ കൊതിക്കുന്നതാണല്ലോ. ആ മുത്തുനബിയെ മരിക്കണേനും ഒരിക്കലെങ്കിലും കാണാതെ ഞങ്ങളുടെ റൂഹെടുക്കല്ലേ അല്ലാഹ്, ഞങ്ങളുടെ റൂഹെടുക്കല്ലേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. മഹാനുഭാവം പറയുകയാ, ഞാനതാ രാത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോ ഒരു സ്വപ്നം ഇങ്ങനെ കാണാണ്. മദീനയുടെ തെരുവോരോ ഞാനെങ്ങനെ തെരുവിലൂടെ മുന്നോട്ട് നടന്നു. അല്ലാഹ്
അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹു കൂടെ അല്ലാതെ മറ്റു 4-5 സ്വഹാബത്തും അങ്ങനെ നിൽക്കുന്നുണ്ട്. പലപ്പോഴും മദീനയുടെ മണവാളനെ കാണാറുള്ള മഹാനായ അബ്ദുൽ വാഹിദ് ബിൻ ആദം ത്വവാബ് റളിയല്ലാഹു തആല അൻഹു അതേ പറയാണ്, സാധാ കാണുന്ന പോലെയല്ല മുത്തു ഹബീബിന്റെ ദിബ്ബ്. അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, അവരെന്തോ നല്ല ഗൗരവമായ ചർച്ചയില്ല, ആരെയോ അന്വേഷിച്ച് നിൽക്കണ പോലെയുണ്ടല്ലോ. ഞാൻ എല്ലാം അടുത്ത് നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന് സലാം പറഞ്ഞു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പേരെടുത്ത് വിളിച്ചിട്ട് സലാം അടക്കാ. ഞാൻ ചോദിച്ചു, മുത്തുനബിയേ, ഞാൻ ഒരുപാട് അവിടത്തെ കണ്ടിട്ടുണ്ടല്ലോ യാ റസൂലല്ലാഹ്, ഇത് വല്ലാത്തൊരു നിപ്പാണല്ലോ നബിയേ, അവിടെ ആരെയാ കാത്തിരിക്കണേ, അവിടെ ആരെയാ പ്രതീക്ഷിച്ചു നിൽക്കണേ? അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹ് ഉറക്കെ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ അർദി വമിൻ അജമി മൗലായ സല്ലി വസല്ലിം. നബി പറഞ്ഞ മറുപടി, മോനെ, ഞാൻ നിൽക്കുന്നത് ആരെ കാത്തുന്നറിയോ? അത്ഭുതമാണ്. ഇമാം ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു തങ്ങളെ കാത്തിരിക്കുകയാണ്. ഞാൻ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി എന്ന മഹാത്ഭുതത്തെ കാത്തു നിൽക്കയാ. ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മഹാനുകൾ പറയാ, ഞാൻ അങ്ങ് ഉണർന്നുപോയി. ഇമാം ബുഖാരി തങ്ങളെ എനിക്കറിയാം, അവിടുത്തെ മഹത്വം അറിയാം. ഞാൻ നേരെ എന്റെ വീട്ടിലോട്ട് ചെന്നു, യാത്ര പറഞ്ഞു, ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പെടുത്തു. അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിലൂടെ ഒരാളെ കുറിച്ച് അതേ മഹത്വം പറഞ്ഞാൽ സൗണ്ട് അടി പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു തങ്ങളെ കാത്തിരിക്കുന്നു എന്ന വാർത്ത ചെന്ന് പറയാനുള്ള ആവേശത്തോടെ മഹാനായ ഇമാം അബ്ദുൽ വാഹിദ് ബിൻ ആദം ത്വവാബ് തങ്ങള് അവിടെ വിട്ട് യാത്ര ചെയ്യുന്നു. 2-3 ദിവസം കഴിയുമ്പോൾ നേരെ എത്തുകയാണ് സ്ഥലത്ത്. അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വഫാത്തായിട്ട് ദിവസങ്ങളായി. മഹാനവൾ പറയുകയാ, എന്തിനാ നെഞ്ചത്ത് ബുഖാരി വെച്ച് തന്നല്ലേ? മഹാനവൾ പറയുന്ന വാക്കിനെ അർത്ഥം കുറിച്ച് കീറി നോക്ക്. അവിടെ നിന്ന് പറയാ, ഞാൻ അവിടെയുള്ളവരോട് ഇമാം ബുഖാരി തങ്ങൾ വഫാത്തായ ദിവസം കുറിച്ചെടുത്തു, കുറിച്ചെടുത്തു, സമയം കുറിച്ചെടുത്തു. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലെന്ന് കാത്തു നിന്ന അതേ നിമിഷങ്ങളാണ്. എന്തോ ഒരു ഭാഗ്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഒന്നുകൂടെ പഠിച്ചോളൂ. മഹാനായ സഈദ് ഇബ്നു മുത്രിഫ് റളിയല്ലാഹു അൻഹു ജബിലെ സഈദ് ഇൻഷാല്ല അല്ലാഹു ആ മഹാനുഭായി കൊടുക്കട്ടെ. പറയുമ്പോഴേ അവസാനം ഓർമ്മിക്കും.
2-3 സയ്യിദുമാരാണ് ഉസ്താദുമാരിൽ വലിയ ഇഷ്ടമുള്ളത്. അള്ളാഹു അവർക്കൊക്കെ സ്വർഗ്ഗം നൽകട്ടെ. സഈദ് ഇബ്നു മുത്രിഫ് റളിയല്ലാഹു അൻഹു. നമ്മളിപ്പോൾ ഇന്ന് എത്ര സ്വലാത്തിൽ 5 വഖത്തി നമസ്കാരത്തിന് ശേഷം ചെല്ലാൻ ഭാഗ്യം ഉണ്ടെങ്കിൽ 25 സ്വലാത്ത് ചെയ്യുന്നതാണ് അല്ലേ? 100 എല്ലാ ദിവസവും അള്ളാഹു ഭാഗ്യം തരട്ടെ. എല്ലാവരും അങ്ങനെയാണോ? അത് മാത്രം ഇങ്ങനെ ജോലിയാണ് ചെയ്യുക. ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് തുടങ്ങണം. എന്തിനാണ് ഇല്ലാന്ന് പറയാൻ തടസ്സം, ഉണ്ടെന്ന് പറയാൻ തടസ്സം? നമുക്ക് ചങ്കുട്ടത്തോടെ പറയാം, നമ്മുടെ നേട്ടമല്ലേ, കോട്ടം ഉണ്ടെങ്കിൽ നിർത്താനല്ലേ. മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഒരു ദിവസം ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചില്ല 50,000 സ്വലാത്ത് ഇല്ലാതെ ഉറക്കമില്ല. ഒരു നാൾ നിന്നിട്ടൊരു ഹത്തം തീർത്തോവരും ഒക്കെയാണ്. പക്ഷേ എത്രയോ പതിറ്റാണ്ടുകൾ 50,000 സ്വലാത്ത് ഇല്ലാതെ അവിടത്തേക്ക് ഉറക്കമില്ലായിരുന്നു. റിഫായി ശൈഖ് തങ്ങൾ 30,000 സ്വലാത്ത് ജീവിതത്തിൽ ചെല്ലാത്ത ദിവസങ്ങളില്ലായിരുന്നു. സഈദ് ഇബ്നു മുത്രിഫ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ എത്രയോ ആയിരക്കണക്കിന് സ്വലാത്തുകൾ പാതിരായിരതെല്ലാം കഴിഞ്ഞ് കടപ്പറയിലൊന്നിരുന്നാൽ നമ്മൾ കൊതിക്കേണ്ട ഒരു കൊതിയാണ്. എല്ലാവരും മനസ്സ് ശരിയാക്കി, എല്ലാവരും മനസ്സ് കുറച്ച് ഒന്ന് ഉഷാറായാൽ എന്റെ കൂടെ ഒരു വ്യക്തി പാടി നമുക്ക് ഒരു ശരി വയസ്സായപ്പോഴാണ് എനിക്കില്ല. خلق وفي خلق ولم يدانه في علم ولا كرم مولاي لم دائما أبدا على സഈദ് ഇബ്നു മുത്രിഫ് റളിയല്ലാഹു അൻഹു തങ്ങൾ കുറേ നാളുകളായി ഇങ്ങനെ സ്വലാത്തുകൾ ചൊല്ലി അല്ലാഹുവിന്റെ റസൂലിന് സമ്മാനമായി കൊടുത്തിട്ടല്ലാതെ കിടന്നുറങ്ങാത്ത അത്ഭുതമാണ് മഹാനായ മുഹമ്മദ് ഇബ്നു സഈദ് ഇബ്നു മുത്രിഫ് റളിയല്ലാഹു തആല. വറക്ക പറയും മക്കളെ, നല്ല മഹാന്മാരല്ലേ. മഹാനായ മുഹമ്മദ് ഇബ്നു സഈദ് ഇബ്നു മുത്രിഫ് റളിയല്ലാഹു തആല അൻഹു തങ്ങളാ ഒരു ദിവസം തന്റെ കിടക്കയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടുന്ന് പറയാ, അല്ലാഹുവിന്റെ റസൂലിന് പാതിരാത്രി ഞാൻ എനിക്കെന്ന മനസ്സ് വല്ലാതെ വിഷമിച്ചു. സ്വലാത്തുകൾ ഞാൻ ഒരുപാട് ചൊല്ലി, എനിക്ക് തൃപ്തി വരണില്ല. വീണ്ടും എന്തെന്നില്ലാത്തൊരു ആവേശം ഞാൻ വീണ്ടും ചൊല്ലാൻ തുടങ്ങി. അല്ലാഹ് അന്ന് രാത്രി ഞാൻ തളർന്നവശനായി എപ്പോഴോ ഞാനൊന്ന് കണ്ണടച്ചുറങ്ങി. പാതിരാത്രി എന്നെ വന്ന് തട്ടി വിളിക്കുകയാ. ഭാര്യയാന്ന് കരുതി ഞാനതാ ചാടി എഴുന്നേൽക്കുന്നു. മഹാനുഭാവം പറയുകയാണ്, ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ നമ്മളൊന്ന് കൊതിക്കണേ, അല്ലാഹു ഭാഗ്യം തരട്ടെ. എന്റെ കട്ടിലിന്റെ ഓരത്ത് ലോകനായകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളങ്ങനെ ഇരിക്കുകയാ. വിളിച്ചെന്ന മോനെ മുഹമ്മദ്. ഞാൻ അത്ഭുതത്തോടെ മുത്തുനബിയുടെ മുഖത്തോട്ടെന്ന് നോക്കിയിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ചോദിച്ചു, മോനെ നീ എത്രയാ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലണം, എന്നെ എനിക്ക് വലിയ ഇഷ്ടമാ. ഈ ഒരു രാത്രിക്ക് വേണ്ടിയാ നമ്മൾ കുതിക്കേണ്ടത്. നിബിദിനം കൊണ്ടാടുമ്പോഴും തോരണം കെട്ടുമ്പോഴും അതുപോലെ സ്വലാത്ത് ഹൽഖുൽ വെഞ്ചേബിൽ സജീവമാകാനുള്ളതും
ഈ ഒരു ആശയ്ക്ക് വേണ്ടിയാണ് അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. അല്ലാഹ് മഹാനുഭാവം പറയാണ്, മുത്തുനബി ചോദിച്ചു, മോനെ എത്ര സ്വലാത്താ ചെല്ലുക? മുത്തുനബിയെ എനിക്ക് കണക്കില്ല നബിയേ, രാത്രിയുടെ സ്വലാത്തുകളൊക്കെ എനിക്ക് കണക്കില്ലേ നബിയേ. ഞാനങ്ങനെ ചൊല്ലുമ്പം എന്തെന്നില്ലാത്തൊരു മധുരമാണ്, എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ്, എന്തെന്നില്ലാത്തൊരു ഉത്സാഹമാണ് മുസ്തഫ. ഓരോ പേരും ഇങ്ങനെ ഒരു കുടുംബമല്ലാത്തൊരു ആവേശമാണ്. എത്ര ക്ഷീണമെങ്കിലും ഉണ്ടെങ്കിലും മറക്കുന്നൊരവസ്ഥയാ. മുത്തുനബി അങ്ങ് പുഞ്ചിരിക്കുന്നു, സഈദിന്റെ താടിക്കെട്ട് പിടിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് ഇബ്നു സഈദ് ഇബ്നു മുഹമ്മദ് ഇബ്നു മുത്രിഫ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ താടിക്കെട്ട് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാമോനെ, ദുനിയാവിൽ എന്ത് പ്രതിസന്ധി വന്നാലും, എന്തിടങ്ങേറ് വന്നാലും, എന്തെല്ലാം ബുദ്ധിമുട്ട് വന്നാലും, ആരെല്ലാം കൈവിട്ടു പോയാലും, ഒറ്റയ്ക്കായാലും എന്റെ സ്വലാത്ത് മുടക്കാതെ നീ ചൊല്ലുന്ന നിന്റെ ചുണ്ടുകളില്ലേ, അത് ഞാനൊന്ന് ചുംബിക്കട്ടെ മോനെ. മോനെ, എന്റെ പ്രിയമുള്ള സഹോദര, ലോകത്താർക്കും കിട്ടാത്ത അത്ഭുതമാണൊരു ഭാഗ്യമാ സഈദിന്റെ മുന്നിലുള്ളത്. സഈദ് ഇബ്നു മുത്രിഫ് തങ്ങളെ ചുണ്ടോട് ചുണ്ട് ചേരാനെടുക്കുമ്പോ സഈദ് തങ്ങൾ ഇങ്ങനെ പറയാ, ഞാൻ നോക്കുമ്പോ മുത്തുനബിയുടെ ചുണ്ടന്റെ ചുണ്ടിന് നേരെ വരാ. എന്തോ ഒരു തിളക്കമാറ നല്ല റോസ് കളറുള്ള ചുണ്ട്. അല്ലാഹുവേ, സുന്ദരമായ മാർദ്ദവമായ കണ്ടാലും ഇഷ്ടമുള്ള ചുണ്ടാണ് അല്ലാഹ്. അതിന്റെ ചുണ്ടിലോട്ട് ചേർന്ന് വരുമ്പോ ഞാനങ്ങ് ചിന്തിച്ചു പോ, ഈ അത്ഭുതമായ ചുണ്ടിൽ എന്റെ വൃത്തികെട്ട തുപ്പലുള്ള ചുണ്ട് തട്ടാൻ പറ്റൂലല്ലോ. നാണിച്ചുകൊണ്ട് ഞാൻ എന്റെ കവളങ്ങൾ തിരിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ടന്റെ കവളത്ത് പതിഞ്ഞു. ആ തിരിച്ച ഭാഗത്തിന് ഞാനങ്ങ് ചാടി എഴുന്നേൽക്കുമ്പോഴാ എനിക്ക് തിരിഞ്ഞത് സ്വപ്നമായിരുന്നു. സുബ്ഹാന ജല്ല ജലാലുഹു. സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ഒരു ആവേശമായി, ചെല്ലാത്തവർക്ക് ഇനി തുടങ്ങാറ്. അല്ലാഹുവേ, ഈ ഒരു ചരിതം നമ്മുടെ മനസ്സിലോ വല്ലാതെ വല്ലാതെ ആവേശത്തോടെ നിലനിർത്തി തരണേ അല്ലാഹ്. സഈദ് ഇബ്നു മുത്രിഫ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാ, ഞാനങ്ങ് ചാടി എഴുന്നേറ്റു, എന്റെ ഭാര്യയും ചാടി എഴുന്നേൽക്കുകയാ. സുബ്ഹാനല്ലാഹ്, നോക്കുമ്പോ എന്റെ റൂമിലെല്ലാം എന്തൊരു മണമാണ്. ആ റൂമിലൊക്കെ എന്തോരം നറുമണമാണ്. ലോകത്ത് ആസ്വദിച്ചിട്ടില്ലാത്ത, തുല്യതയില്ലാത്തൊരു മണം. ഈമാനുള്ളവൻ ഹൃദയത്തിന്റെ മുകളിൽ കയറിയാൽ ചിലപ്പോ ആ മണം കിട്ടും. അല്ലാഹു ഭാഗ്യം തരട്ടെ. ആ മണം എന്തോരം മണമാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയാ, പിന്നെ 18 ദിവസത്തോളം ഞാൻ കിടന്നുറങ്ങുമ്പോ എന്റെ ഭാര്യ ചുണ്ടുകളിന്റെ കവളത്ത് മുത്തിനരികിലെ ചുണ്ട് പതിഞ്ഞ ആ കവളത്തിങ്ങനെ ചേർത്ത് വെച്ച് കിടക്കുമായിരുന്നു. 18 ദിവസം പറയാ നിർമ്മണത്തിനൊരു കുറവുമില്ലായിരുന്നു. അത്ഭുതമേ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുത്തഹിമി മൗലായ. അല്ലാഹു ഭാഗ്യം തരട്ടെ. നമ്മൾ ഇന്ന് മുതൽ മുത്തനബിക്ക് ഒരു പ്രധാന സമ്മാനം കൊടുക്കാൻ തുടങ്ങാണ്. തുടങ്ങാല്ലേ? ഇൻഷാ അല്ലാഹ്. അതിന് മുമ്പ് വരട്ടെ. ഞങ്ങൾ ഇതില്ല, സമയം ആക്കിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. നമ്മുടെ ഈ പള്ളി ഒരുപാട് 18 രൂപ അല്ലേ മാസം
കറണ്ട് ബില്ല് ഒരുപാടാകും. ഒരു സോളാർ സിസ്റ്റം വെച്ചാൽ ഈ പരിശുദ്ധ റബീഉൽ പള്ളിയിൽ സർവജ സിറാജൻ എന്ന് പഠിപ്പിച്ചൊരു വിളക്ക് കത്തിച്ചാൽ സ്വർഗത്തെ മാളിക കൊടുക്കുമെന്ന് പറഞ്ഞ മുത്തുനബിയുടെ പിറന്നാൾ. ഒന്ന് പറഞ്ഞാൽ വാക്കിന് മാറ്റമില്ലാത്ത ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ പിറന്നാൾ. സ്വതക്കയുടെ മൊത്തമൊന്നും ഞാൻ പറയണില്ല. മുത്തുനബിയുടെ ഹുബ്ബ് പറഞ്ഞതിനപ്പുറം എല്ലാം പറഞ്ഞു. അതിനേക്കാളും വീതിയുള്ള ഒന്നുമില്ല. ഈമാനുള്ളവർ ആ സോളാർ സിസ്റ്റം എങ്ങനെ ആയാലും ഒരു 5 ലക്ഷം താഴെ വരും. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വേണ്ടി ഞാൻ ഒരു 14,000 രൂപ കൊടുക്കാന്ന് പറയാൻ ആരാണ്. അപ്പൊ അത് കത്തിച്ചാൽ യാതൊരു കൊടുക്കണമെന്നില്ല. ആദ്യം ഒന്ന് തുടങ്ങി ആരെങ്കിലും അള്ളാഹു ബറക്കത്താക്കട്ടെ, അള്ളാഹു ബറക്കത്താക്കട്ടെ. ഒരാളൊന്ന് ബറക്കത്തായി തുടങ്ങി പെട്ടെന്നാവണം. കാണിക്കുന്നു വേണ്ട, അതിലോട്ട് തുടങ്ങാം. പടച്ചു തരും ഇൻഷാ അല്ലാഹ്. നമ്മുടെ പിന്നിൽ നഷ്ടപ്പെടാനുള്ള മാർഗങ്ങളുണ്ടെങ്കിൽ അള്ളാഹു അതും മാറ്റിത്തരും. നിസ്സാരമായ സ്വതക്കൊണ്ട് എത്രയോ വലിയ അത്ഭുതങ്ങളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് അനുഭവമുള്ള പലരും പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടോ? ഉമ്മമാരുണ്ടോ? അല്ല ആരെങ്കിലും പള്ളിക്ക് വേണ്ടി, അള്ളാഹിന്റെ പള്ളിക്ക് ഞാൻ സ്വർണം കൊടുക്കാമെന്ന് പറയാൻ ആരാ ഉള്ളത്? ഉമ്മ പറയണം. പുരുഷന്മാർക്ക് കാത്തി പറയട്ടെ. മുത്തുനബിയുടെ പേരായതുകൊണ്ട് 4444 ആരാ ഉള്ളത്? അതില്ല എന്ന് പറയുക. ആരാ ഉള്ളത്? പെട്ടെന്നാവട്ടെ. അള്ളാഹു അതിന്റെ 100 ഇരട്ടി ആര് കൊടുത്താലും വർദ്ധിച്ചു. ഇപ്പൊ ഒരാൾ പറഞ്ഞാൽ ഈ പരിശുദ്ധ റബീഇന്റെ ഈ ഇരിക്കുന്നവരൊക്കെ അവർക്ക് വേണ്ടി ഒരു സ്വലാത്തിലും മദീനത്തേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഇരിക്കുന്നവരെ കൊണ്ട് ഒരു സ്വലാത്ത് മദീനത്തേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ആര് ദുനിയാവിൽ അള്ളാഹു സ്വീകരിക്കട്ടെ. പേരെന്താ? ഉസ്മാൻ. അള്ളാഹ് മുത്തുനബിയുടെ കൂട്ടുകാരന്റെ പേര് ഉറക്കെ ഉസ്മാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചറബേ, പരിശുദ്ധമായ റബീഇന്റെ സുന്ദരமான വേദിയാ അല്ലാഹുവിന്റെ മുത്തു ഹബീബിനെ നീ ഇഷ്ടപ്പെട്ട പോലെ, നീ ഇഷ്ടപ്പെടാൻ കൽപ്പിച്ച പോലെ ഇഷ്ടപ്പെട്ട ഒരുപാട് മഹത്തുക്കളായി ഇറക്കി പോണ അത്ഭുതമാണ് മദ്രസാണല്ലോ അല്ലാഹ്. പടച്ചറബേ, ഈ സഹസ്രന്ന് ചോദിക്കുമ്പോ ആവേശത്തോടെ ഉസ്മാൻ എന്ന പൊന്നുപോല് റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനായ റസൂലുള്ളാഹിന്റെ മരുമകനായ റസൂലുള്ള ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞ ഉസ്മാന്റെ ബറക്കത്തുള്ള പേരുള്ള ഉസ്മാൻ എന്നേക്ക ആദ്യത്തെ 4444 പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിച്ചെങ്കിൽ ഈ സ്വലാത്ത് മദീനയുടെ മണവാളനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിക്കണേ അല്ലാഹ്. എന്റെ ഭാഗ്യമാണ് തമ്പുരാനെ. ഈ രാത്രി അതാ പുലരുമ്പഴാ മുത്തുനബി ഉദയം ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ ഉദയം ചെയ്യണ ദിവസത്തിലേക്ക് മിനിറ്റുകളിലേക്ക് കാത്തിരിക്കുമ്പോ ഈ ഇരിക്കണവരെ കൊണ്ട് സ്വലാത്ത് ചൊല്ലാൻ സാധിച്ചു പോയ പൊന്നുമോന് എന്തൊക്കെ മുറാദുകളാണോ ഹാസനാത്ത് കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശരിയാക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ ദൂരത്താക്കണേ അല്ലാഹ്. നാളെ മുത്തുനബിയെ കാണാൻ കണ്ടുപരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. എല്ലാത്തിനും ഉപരി ഈ ദുനിയാവരുടെ കുടുംബത്തിലേക്ക് അനുവദിച്ചു കൊടുത്ത വരുമാന മാർഗങ്ങളിൽ അല്ലാഹുവേ വർദ്ധനവ് നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്താരാ? ഈ ഭാരവാഹികളൊന്ന് അടുത്തോട്ട് പോയി പറഞ്ഞാലേ വരവരാണ്. ഷുഹൈബ്. ഷുഹൈബ് അവസാനം മദീനത്ത് വന്ന സ്വഹാബിയാണ്. ഒരുപാട് സ്വത്തുക്കളുണ്ട്, പോകാൻ അനുവദിച്ചില്ല. ഷുഹൈബെ, ഒന്നി നീ പിന്മാറണം, ഇല്ലെങ്കിൽ സ്വത്തുക്കളുടെ കളയണം. അങ്ങനെ മക്കത്തിന്റെ സ്വത്തും വീടും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് മുത്തുനബിയുടെ മദീനത്ത് പോയ ഷുഹൈബ് തങ്ങളുടെ ബറക്കത്തുള്ള പേര് അല്ലാഹു ആ സുഹാബത്തിന്റെ ബറക്കത്ത് ഈ പൊന്നുമോന്റെ ജീവിതത്തിൽ നൽകട്ടെ, അവിടുത്തെ നബർ കൊടുക്കട്ടെ. ഓക്കേ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ, കബൂലാക്കണേ അല്ലാഹ്.
പടച്ച റബ്ബേ ആ ശുഐബിന് വേണ്ടി ചൊല്ലി സ്വലാത്ത് ഹബീബായ റസൂലുള്ളാഹിന്റെ ഓരത്തെത്തിക്കണേ അല്ലാഹ്. ആ മുത്തുനബി കാണുന്ന മജ്ലിസ് ആക്കണേ അല്ലാഹ്. അല്ലാഹ് ബെഞ്ചേം എന്ന നാട്ടിലെ ശുഐബാട് മുത്തുനബിയെ അങ്ങേക്ക് സലാം ചൊല്ലിയതെന്ന് ചെല്ലിപ്പിച്ചതെന്ന് മാലാഖമാരെ മുത്തുനബിയെ അറിയിക്കണേ അല്ലാഹ്. ആ ബറക്കത്ത് കൊണ്ട് മദീനയുടെ മണവാളന്റെ നഗറും നസ്റുമുള്ള ഇടപെടലുള്ള അനുഗ്രഹീത ജീവിതം നസീബാക്കണേ അല്ലാഹ്. പുന്നമോന്റെ ജീവിതത്തിന്റെ വരുമാനത്തില് ഏത് മാർഗമാണോ കൊടുത്തത് വർധനവും ബറക്കത്തും നിലനിൽപ്പും നൽകണേ തമ്പുരാനേ. കുടുംബത്തിൽ നല്ല ഒത്തൊരുമയും സന്തോഷവും സ്നേഹവും കൊടുക്കണേ അല്ലാഹ്. ആ മനസ്സിലുള്ള വേദനകൾ അറിയുന്ന അല്ലാഹ് പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. മരിക്കണേന് മുമ്പ് കുടുംബം മുത്തിനെ കാണാൻ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ബിബറകത്തി റസൂലില്ലാഹ്. നമ്മുടെ ചീഫ് ഇമാം സലീം മന്നാനി ഉസ്താദ് അല്ലാഹു സ്വീകരിക്കട്ടെ. മാതൃകയായ എവിടെ പോയാലും നല്ല ഹിദമത്തുകൊണ്ട് നാടിന്റെ എല്ലാ പുരോഗമനത്തിനും മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട അല്ലാഹു ഉഖ്റവിയായ ആലിമിനെ പെട്ട് അനുഗ്രഹിക്കട്ടെ. പെണ്ണുമോനെയും അല്ലാഹു ഉഖ്റവിയായ ഹാഫിദുകളും അലിമീങ്ങളും പെടുത്തട്ടെ. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉംറ മഖബൂലും മർദിയുമായി അല്ലാഹു സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഞങ്ങളെ ചൊല്ലിയ സ്വലാത്ത് അല്ലാഹുവേ നിന്റെ ദീനിന്റെ ഹാദിമാണ്. അല്ലാഹുവേ സ്വലാത്തിന്റെ ലോകത്തിലൂടെ ജീവിക്കുന്ന ഒരു പള്ളിക്ക് നേതൃത്വം കൊടുക്കുന്ന അല്ലാഹുവേ നല്ലൊരു ഇമാമാണല്ലോ. അവിടുത്തെ പേരിലാ മുത്തിന്റെ ഓരത്തെത്തിക്കണേ അല്ലാഹ്. ഉംറയ്ക്ക് വരുമ്പോ സിയാറത്ത് മറന്നിയാക്കണേ അല്ലാഹ്. അതിനുള്ള ഒരു സബബാക്കി സ്വീകരിക്കണേ അല്ലാഹ്. ജീവിതത്തിന്റെ വിഷമങ്ങള് പ്രതിസന്ധികൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. കാര്യങ്ങള് വിജയത്തിലും റാഹത്തിലും സമ്പൂർണ്ണമാണ് സന്തോഷത്തിലും ആക്കി കൊടുക്കണേ അല്ലാഹ്. മക്കളെ ദുനിയാവിലും ആഖിറത്തിലും നാഫിയാക്കി നൽകണേ അല്ലാഹ്. എപ്പോ ദുനിയാവിന്റെ വിട പറയേണ്ടി വന്നാലും നൂറുകണക്കിന് അലിമീങ്ങളുടെ ദുആവോടെ കടന്നു പോകാനുള്ള തൗഫീഖും നിശ്ചയിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അടുത്താര അമ്മമാര് ഒരാള് പോലും 4000 പേര് പറയുന്നു. അമ്മമാർ പേര് പറയണമെങ്കിൽ പറയണം, പറയാനില്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ദുനിയാവിൽ ഇപ്പൊ ഇവിടെ ഒരാള് ഫാരിഷ ബീവിക്ക് ഒരു സ്വലാത്ത് ഇല്ല. ഉത്തരവി പറയാം, എന്റെ റൗളയുടെ ഓരത്തൊരു മലക്കുണ്ട്. ആ മലക്കിന്റെ കൈ ഒരു മുട്ടുണ്ട്. ആ നിമിഷം മലക്ക് മുത്തുനബി വിളിക്കും, മുത്തുനബിയെ ബെഞ്ചമിന്റെ ഭാഗത്ത് ഇന്നയാളുടെ മകൾ വാപ്പാര പേരും പറഞ്ഞ് ഫാരിഷ അവിടത്തേക്ക് സ്വലാത്ത് എത്തിയിട്ടുണ്ട് സന്തോഷമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത്രയും പേരെ കൊണ്ട് ചെയ്യിപ്പിച്ച മുത്തുനബിയുടെ ഓരത്ത് പാദയാത്രയുള്ള പിറന്നാൾ സമ്മാനം പറയിപ്പിക്കാൻ ഭാഗ്യം കിട്ടുമൊക്കെ പറ്റുമോ മക്കളെ? അള്ളാഹു ഭാഗ്യം ചെന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. ഈ ഭാഗ്യം എന്ന് പറഞ്ഞ സാധനം അങ്ങനെയാണല്ലോ, എപ്പോഴും കാത്തിക്കില്ല. ടൈം ആൻഡ് ടൈം വെയിറ്റ് ഫോർ ആണെന്ന് പറയും മലയാളത്തിൽ. മനസ്സിലായില്ലേ? സമയവും സാഹചര്യവും ആർക്കും വേണ്ടി കാത്തിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഡോണ്ട് ബി അഫ്രൈഡ് ടു ബി ഡിഫറെന്റ്. എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ പറയാ എന്ന ചിന്തയല്ല. മറ്റുള്ളവരെക്കാളും വ്യത്യസ്തനാകാൻ നീ ഒരിക്കലും മടിക്കേണ്ടതില്ല. അല്ലാഹു ദുനിയാവിൽ വെച്ചതെല്ലാം സ്നേഹം, സമ്പത്ത്, എല്ലാം ഗിവ് ആൻഡ് ടേക്ക് മാർഗം മാത്രമേ ഉള്ളൂ. നമുക്ക് സന്തോഷം വേണമെങ്കിൽ എന്ത് വേണം? മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കണം. അങ്ങനെയല്ലേ? ഇംഗ്ലീഷ് ചൊല്ലിയാണല്ലോ, the way to be happy is to make others happy.
മറ്റുള്ളവരുടെ സന്തോഷം ആഗ്രഹിക്കുമ്പോഴാണ് നമുക്കും സന്തോഷം കിട്ടുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരട്ടെ. അങ്ങനെ നമ്മൾ ചെയ്യുന്നവരാകും. അള്ളാഹു കബൂലാക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, പരിശുദ്ധ റബീഉൽ ഫാരിഷ എന്ന പൊന്നുമോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഒരു സ്വലാത്ത് ചൊല്ലിക്കാൻ കുതിച്ചിട്ട്, അങ്ങനെയെങ്കിലും എനിക്ക് എന്റെ മുത്തിനെ കാണാലോ എന്ന് കുതിച്ചിട്ട് മുത്തുനബിക്ക് വേണ്ടി ഈ പള്ളിയെ ഏറ്റെടുത്തു. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ചോദിക്കണ പോലെ ആ ഉമ്മ ഒന്ന് കണക്കാക്കിയിട്ട് തങ്ങൾ ചോദിച്ചപ്പോ ഏറ്റെടുത്തു. ആ ഉമ്മാനെ കൈവിടല്ല അല്ലാഹ്. ആ പേര് മദീനത്ത് പറയണ അല്ലാഹ്. ആ ഓരത്ത് വരാനും മുത്തിനെ കാണാനും ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഒരിക്കലും ഒരിക്കലെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുസറഫായ അത്ഭുതമാണ് മുഖമൊന്ന് കാണാ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ബിബറകത്തി റസൂലില്ലാഹി. അൽഹംദുലില്ലാഹ്. നമ്മൾ ചോദിച്ചത് വേശായില്ല. പ്രസിഡന്റ് റജീബ് സാഹിബ് 10,000 രൂപ മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ. ഇതുപോലെ ഒരു സൗഭാഗ്യം ഇവിടെ കിടക്കണേ. നരകത്തിന്റെ ശിക്ഷ നടക്കുന്ന സ്ഥലത്തുകൂടി മുത്തുനബി അവിടെ അസംബസരി പ്രസംഗം നിർത്തുമെന്ന് പറയല്ല കൂടുതൽ. അസംബസരി തങ്ങള് സംഭവ ശിക്ഷയായി നരകത്തിന്റെ തീ ആളിക്കത്തണ കബർ. അതുവഴി എങ്ങനോ കുറച്ച് മുത്താലിബികൾ കടന്നുപോയി. അവര് കുറച്ച് സലാത്തിയൊക്കെ ഇങ്ങോട്ട് ഹദിയ ചെയ്തപ്പോ പിന്നെ തങ്ങൾ തിരിച്ചു വരുമ്പോ കാണുന്ന നല്ല സ്വർഗത്തിന്റെ അവസ്ഥയാണ്. കുറച്ച് സലാത്ത്, പരിശുദ്ധ റബീഉൽ സുന്ദരമായ തിങ്കളാഴ്ച അല്ലാഹ് കുറെ കൊല്ലാട്ട് നമുക്കെന്തൊരു മഹാഭാഗ്യവാ. ഇന്നും മനസ്സിന് വല്ലാതെ വേദനയുണ്ട് ഇവിടെ വരുമ്പോ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ തന്നെ എത്രയോ പേക്കൂത്തിലൂടെ നടുമുറ്റത്ത് നല്ല തലയിൽ തട്ടമിട്ടുകൊണ്ട് നമ്മുടെ പൊന്നാര പെങ്ങന്മാർ ഒന്ന് മുത്തുനബിയുടെ രാത്രി ഒന്ന് കഴിയട്ടെന്ന് ചിന്തിക്കാൻ ആർക്കും പറ്റുന്നില്ല. കിളിമാനൂരിൽ കണ്ട മറ്റൊന്ന്, നമ്മളെ മക്കള്, മുസ്ലിം മക്കള് വൃത്തികെട്ട കോലത്തിൽ റോട്ടി കടന്ന് പടച്ചവനെ ഇബ്ലീസും തോറ്റുപോകുന്ന ക്യാപ്ര ഡാൻസിനെ വെല്ലുന്ന തെമ്മാടിത്തരം ഇന്ത്യയിൽ തുടങ്ങി. ഇവനൊക്കെ എന്ത് പ്രവാചക പ്രേമം കാണിക്കണേ? ഇത് പ്രവാചക വിരോധമാണ്. നിരക്കാതൊന്നും ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ദീനിൽ നിരക്കുന്നത് റാലിയായാലും ബൾബായാലും ഘോഷയാത്രയായാലും എത്ര ആർഭാടമായാലും അതിൽ കുഴപ്പമില്ല, പ്രതിഫലം അർഹമാണ്. പക്ഷേ ദീനിൽ നിരക്കാത്ത പേക്കൂത്തുകൾ മുത്തുനബിയെ ആദരിക്കാനില്ല, മുത്തുനബിയെ അവഹേളിക്കുകയാണെന്ന് ഞാൻ സാന്ദർഭികമായി ഓർപ്പെടുത്താം. അതിനുവേണ്ടി എന്റെ ഉമ്മമാരെ നിങ്ങൾ പൈസ കൊടുക്കരുത്. ഉമ്മമാരെ നിങ്ങൾ എണ്ണി നോക്ക്, കുറ്റം പറയല്ല ഞാൻ. മറിച്ച് നാളെ രാത്രി ഡഫോ കോൽക്കളിയോ ഹറാമായ കോൽക്കളിയോ വേറെ എന്തെങ്കിലുമായി വെഞ്ചേമിന്റെയോ ഈ ഓരത്തൊന്ന് രാത്രി 10-11 മണിയായിട്ട് ബോധമില്ലാത്ത രണ്ടുകാലി ഉറയ്ക്കാത്ത പയ്യന്മാര് വന്നാൽ ആയിരക്കണക്കിന് പെണ്ണുങ്ങളാണ് അവർക്ക് ഒത്താശ ചെയ്ത് കൊടുത്ത് സംഭാവന കൊടുക്കണേ. മുത്തുനബിയുടെ പേര് സ്വർഗത്തിലല്ല പോണേ, നരകത്തിലാ പോണേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുത്തുനബി അവിടെ പോയിട്ട് എന്റെ ഉമ്മത്തിൽ സ്വലാത്തിലെ ചെയ്യാൻ മാത്രമല്ല ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, എന്റെ പരിശുദ്ധമായ ദീന്, എന്റെ സ്വഹാബത്ത് രക്തം കൊടുത്തു ജീവൻ കൊടുത്ത് പോറ്റിയെടുത്ത ദീന്, അതിനെ അവഹേളിച്ച് നിസാരമാക്കുന്നവരെ കണക്കറ്റ് പ്രകരിക്കണേ അല്ലാഹ്. കൈവിടും മക്കളെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് പടച്ചറബ്, ഞങ്ങൾ ഈ ചൊല്ലിയ സ്വലാത്ത് മദീനയുടെ മണവാളന്റെ ഓരത്തെത്തിക്കണേ അല്ലാഹ്. അവിടത്തെ പുന്നാര ഭാര്യമാര്, ഞങ്ങളുടെ ഉമ്മമാര്, മക്കളെ ഫിലിമീത് അല്ലാഹുവേ, ബദർ
അടക്കമുള്ള എല്ലാ സ്വഹാബിമാരുടെ ഹദറാത്തിലും എത്തിക്കണേ അല്ലാഹ്. ബഖീയിലും പടച്ചവനെ വല്ലയിലും ഒക്കെയുള്ള സർവ ഹദറാത്തിലും എത്തിക്കണേ അല്ലാഹ്. ഈ രാജ്യത്ത് മറപ്പെട്ട് കിടക്കുന്ന സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ ഓരത്തെത്തിക്കണേ അല്ലാഹ്. അതുപോലെ ഈ നാടിനെ കാക്കണ ആരിഫീങ്ങൾ ഓരത്തെത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ ഗംഭീരം ചെയ്ത് മുസ്ലിം ജമാഅത്തിന്റെ ഓരത്ത് അന്തിയുറങ്ങുന്ന എല്ലാവരുടെ ഓരത്തിൽ എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട പള്ളിയുടെ ഇഷ്ടപ്പെട്ട ഖാദിമാണ് ആ പൊന്നുമോന്റെ പിതാവെന്ന ഖബറിലാണല്ലാ. ഖബറിലായി പിതാവിനെ ഓർമ്മിച്ച ആ പൊന്നുമോന് അല്ലാഹുവേ ആ മകനും മരിക്കുമ്പോ ഓർമ്മിക്കുന്ന മക്കളെ കൊടുക്കണേ അല്ലാഹ്. ആ പൊന്നുമോന് ഖബറിൽ കിടക്കുമ്പോ ലജ്ജൈബ പള്ളിയുടെ വാളിന്റെ ദുആ മജ്ലിസുകള് ആ പ്രിയപ്പെട്ടവരുടെ പേരുകൾ സമുന്നതമായി പറയണേ അല്ലാഹ്. അല്ലാഹുവേ ആ പിതാവിന്റെ ഖബർ വിശാലമാക്കണേ തമ്പുരാനേ. ബർസഖിയായ ലോകം വിശാലമാക്കണേ തമ്പുരാനേ. റഹ്മത്തും മഗ്ഫിറത്തും നൽകണേ തമ്പുരാനേ. എന്തേലും ഏതേലുമുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളോ നൽകിയ അദാബുകളോ ആ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ നിമിഷം വിടുതി നൽകണേ അല്ലാഹ്. പടച്ചവനെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പരിശുദ്ധ മൗലിദിന്റെ അത്ഭുതമാണ്. അതും നിന്റെ പള്ളിക്ക് വേണ്ടിയാ, ഭവനത്തിന് വേണ്ടിയാ, നിന്റെ ഹബീബ് പറഞ്ഞ പള്ളിയുടെ വെളിച്ചത്തിന് വേണ്ടിയാ. അതിനുവേണ്ടി 10,000 കൊടുത്ത പൊന്നുമോനെ സുഖക്ക വണ്ണമായി ലക്ഷക്കണക്കായി സ്വീകരിച്ച ആ പിതാവ് ഈ സരസ് കൊണ്ട് ആനന്ദം നൽകണേ അല്ലാഹ്. ഈ പൊന്നുമോനോട് നല്ല സന്തോഷം തോന്നിക്കണേ അല്ലാഹ്. ഈ കുടുംബത്തിൽ വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. പെട്ടെന്ന് ഉഷാറായി എന്ന് പറഞ്ഞാൽ കൊള്ളാം. ഉമ്മമാരെ സ്വർണ്ണം തരാനായിട്ടുണ്ട്. നാളെ മുതൽ തങ്ങൾ മരിക്കണവരെയുള്ള സദസ്സിൽ പടച്ചോനെ എവിടെ പോയാലും എനിക്ക് സ്വർണം തരുന്നവരെന്ന് ഞാൻ പറയാറുണ്ട്. അതിൽ പറയണം. അപ്പൊ മുത്തുമോള് ബീവി ഫാത്തിമാരെ കൈപിടിച്ച് സ്വർഗത്തിൽ പോയിരിക്കും. അങ്ങനെ പറഞ്ഞ് ഒരു സ്വർണ്ണ മോതിരം ഈ പള്ളിക്ക് കൊടുക്കാൻ തയ്യാറുള്ളവരാരാ? അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ. ഭാഗ്യമുള്ള ഒരു ഉമ്മ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം കൊടുത്തൊരു ഉമ്മ ഉണ്ടാവും. അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ. ആരാണ് മരണപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ 2000 രൂപ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. കബൂലാക്കണേ അല്ലാഹ്. ഇതൊരു പടച്ചവനെ സ്വാലിഹായ അമലാക്കണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധമാണ് മീലാദ് മാസത്തിനെ ആദരിച്ചു എന്ന മഹത്വം അവർക്ക് നീ നൽകണേ തമ്പുരാനെ. മരണപ്പെട്ടു പോയി 2 പേർക്കും അല്ലാഹ് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. സ്വർഗീയമാണ് അനുഭൂതികളുടെ കവാടങ്ങളാ പരസ്യന്റെ ലോകത്തിലേക്ക് ഈ പരിശുദ്ധമാണ് സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഈ ബറക്കത്തി റസൂലില്ലാഹ്. ഞാൻ സുന്നത്ത് പറയട്ടെ. എല്ലാവരും ചെരുപ്പൊക്കെ ധരിച്ചിട്ടുണ്ട്. എല്ലാവരും ഉണങ്ങിയിരിക്കുകയാണ്. ഉണങ്ങി കിടക്കുകയാണ്. ഉണങ്ങാ അടുത്ത ആരെങ്കിലും ഉറങ്ങാനും പറ്റുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഒന്നുമില്ലെന്ന് എല്ലാം തെറ്റണം. പെണ്ണുങ്ങളുടെ എണ്ണം കുഴിക്കുന്നുണ്ട്. അയലപത്തുള്ള തരുന്നത് കുറച്ച് ദൂരമുള്ള തെറ്റ്. എല്ലാവരും ചെരുപ്പില്ല. 2 ചെരുപ്പിൻ്റെ മുകളിൽ കാല് വയ്ക്കും. എല്ലാം നല്ല സുന്നത്തുള്ളവർ ജീവിതത്തിൽ അയാൾക്കക്കം പോകുന്നുണ്ട്. കേട്ടോ, നമുക്കൊരു പ്രത്യേകതയുണ്ട്. ഏത് കാര്യവും മുസ്ലിം പറഞ്ഞ് വലത് ഭാഗം കൊണ്ട് മുന്തിക്കണം. അങ്ങനല്ലേ?
ബാത്റൂമിൽ പോകുമ്പോഴാണ് എല്ലാം ആയിക്കോട്ടെ. അപ്പൊ എല്ലാവരും വിസ്മയം പറഞ്ഞ് വലത് കാലം ആദ്യം ചെരുപ്പിട്ടാണ്, വലത് കാലം മാത്രം കേട്ടാ. ഇനി ഇടത് കാലം അല്ലെങ്കിൽ വിസ്മയം പറഞ്ഞാൽ പുല്ലിട്ടു. ഇനി വിസ്മയം പറഞ്ഞിട്ട് തുടങ്ങാൻ വലുതല്ലേ, വലുത് കാലം വിളിക്കുകയാണ്. പഠിച്ചാ ഇതുപോലെ ചെയ്യോ? അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. വലത് കാലം വിസ്മയം പറഞ്ഞ വലത് കാലം കൊണ്ട് ചെരുപ്പ് ധരിക്കണം. ചെരുപ്പ് അടിക്കുമ്പോ വിസ്മയം പറഞ്ഞ ഇടത് കാലം ആദ്യം അഴിക്കണം. അതാണ് നമ്മുടെ ചര്യ. അഴിക്കേണ്ടത് ഇടത് കാലം. കേൾക്കുന്നില്ല, ഞാൻ ഊഹിച്ച് പറയാം. ഞാനെ തെറ്റിച്ച് പറഞ്ഞതാ, കാരണം തിരുത്താൻ വേണ്ടി. അപ്പോ നമ്മൾ ചെരുപ്പിടുമ്പോ വലത് കാലം ആദ്യം ഇടണം. ചെരുപ്പ് അഴിക്കുമ്പോ ഇടത് കാലം ആദ്യം അഴിക്കണം. ഇന്ന് ഇൻഷാ അല്ലാഹ് വീട്ടിൽ പോയിട്ട് നമ്മൾ ഓടിച്ചത് ആദ്യം മതി. വിസ്മയം പറഞ്ഞ് നമ്മൾ ആദ്യം കൊണ്ട് മിക്കാറ് ഇടത് തന്നെയാണ്, ഒരു മാറ്റമില്ല, ഇടത് തന്നെ അഴിക്കുള്ളൂ. എന്നാൽ വീണ്ടും നമ്മൾ വിസ്മയം പറഞ്ഞിട്ട് ഒന്നുകൂടി വിസ്മയം പറഞ്ഞ് ഇടത് അഴിച്ചിട്ടേ കയറാവൂ. വാക്കാണ്, വാക്കാണ്. കാരണം എന്താ അറിയാം, നമ്മൾ ഓടിച്ചെന്ന് വീട്ടിലേക്ക് വിസ്മയം പറഞ്ഞ് വലത് കാലിൽ വെച്ച് കയറി ശീലിച്ചു അല്ലേ. അപ്പൊ സ്വാഭാവികമായും ആദ്യം വെക്കേണ്ട കാലം നമ്മൾ ഓടുന്നു. അത് പള്ളിയിൽ പോയാലും അങ്ങനെയാണ്. പള്ളിയും വീടും ഒരുപാട് ബന്ധമുണ്ട്. പള്ളിയും വീടും അള്ളാഹുവിന്റെ ഹറമും ഹറമിൽ അള്ളാഹുവിന്റെ ഹറമും നമ്മളെ വീടുമായി വലിയ ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞ അത് വിനയം പറയാം ഉണ്ട്. ഹറമിലേക്ക് ഒരാൾ ചെന്നാൽ അവന് 120 പ്രതിഫലം ഉണ്ട്. വീട്ടിലോട്ട് ഒരാൾ കടന്നാൽ അവന് 120 പ്രതിഫലമുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം പറയും. അള്ളാഹു സ്വീകരിക്കട്ടെ, ബാക്കി പറയണ്ടേ. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു ഗുണമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാലൊക്കെ നീണ്ടു. അതുകൊണ്ടാണ് അടുത്ത നമ്മൾ ഓർമ്മിച്ചാൽ പള്ളിയിലേക്ക് കയറുന്ന എങ്ങനെയാ? വലത് കാലം വെച്ച്. ഇറങ്ങണം എങ്ങനെയാ? ഇടത് കാലം വെച്ച് തന്നെയല്ലേ. പള്ളിയിലോട്ട് കയറുമ്പോ ഇടത് കാലം ഊരി വലത് കാലം വെച്ച് കയറണം. ചെരുപ്പുകാരും കയറി വരുന്നത്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടത് കാല് വെച്ച് വലത് കാലം ചെരുപ്പിടണം. വീട്ടിൽ കയറുമ്പോ വലത് കാല് വെച്ച് മോനെ പരീക്ഷയിലൂടെ ഇറങ്ങി പോരാന്ന് നമ്മുടെ ഒന്നുമാര് പറയാം. അങ്ങനല്ലേ? ആടാ നല്ല മാർക്ക് കിട്ടി അസുഖാന്റെ പേർക്ക് ഭാഗ്യ ഓടി വലതുകാലം ഇറങ്ങി പോരാന്ന്. അല്ല, വീട്ടിൽ കയറുമ്പോഴും വലത് കാലം വീട്ടിൽ കയറാനും ഇറങ്ങുന്നത് ഇടത് കാലം. അതിലൊരു പറക്കത്ത്. അങ്ങനെ വലത് കാലം വെച്ച് മുത്തുനബിയോട് വന്ന് പറയാൻ, നമ്മുടെ ജീവിതം വലിയ ദാരിദ്ര്യത്തിലാണ് യാ റസൂലല്ലാഹ്. സ്വലാത്തിന്റെ മജലിസല്ലേ, ഒരു സമ്മാനം ആയിക്കോട്ടെ, 2 സമ്മാനം വല്ലാത്ത ദാരിദ്ര്യമാണ്. ബിസിനസ് എല്ലാം പൊളിഞ്ഞു പോയി നബിയേ. അവിടെ നിന്ന് പറഞ്ഞ മോനെ, നിന്റെ ഭവനത്തിലോട്ടൊന്ന് കയറിയാൽ വലത് കാലിൽ വെച്ച് കയറണം. അകത്ത് കയറി എന്നാൽ സലാം പറയണം. ഏത് വീട്ടിലും സലാം പറയണം. സലാം പറഞ്ഞിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് 1 വട്ടമോ 3 വട്ടമോ ഓതണം. ഇത് ശീലമാക്കുന്ന വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കൂല. പടച്ചോനെ, എനിക്കൊരു വീട് വേണമല്ലോ അല്ലാഹ് എന്ന് കൊതിച്ചുകൊണ്ട് വാടക വീട്ടിലോ വല്ലോര വീട്ടിലോ കിടക്കുമ്പോ ഇത് നിയ്യത്ത് ചെയ്തുകൊണ്ട് ശീലിച്ചാ അല്ലാഹുവിന് നിന്നെ കാണാതിരിക്കാൻ പറ്റൂല. വീട് വെച്ച് പണി പൂർത്തിയാകാത്തവരുണ്ട്. അവർക്ക് ഇതുപോലെ ആശിച്ച് മോഹിച്ച വീട്ടിൽ ചെല്ലിയിട്ട
ഒരു ലീലാവി ഖുറൈശിന് 21 കോടി പതിവാക്കിയാൽ അല്ലാഹു നല്ല അമ്പരചുംബിയായ മാർഗങ്ങൾ കൊടുക്കും. അല്ലാഹു ഭാഗ്യം തരട്ടെ. പടച്ചവൻ ഇതെല്ലാം ശീലിക്കാൻ ഭാഗ്യം തരട്ടെ. നെഞ്ചേമ്പുകാർക്ക് ഇന്ന് രാത്രി മുതൽ നേർന്നു പോയാൽ രാത്രി ലോകത്തിന്റെ മാലാകമാരെ സജ്ജമാകുന്ന നിമിഷം നോക്ക്. ഇന്ന് നമ്മളെ മുത്തുനബി ജനിക്കാൻ പോവാണ്. ആ മുത്തുനബി ജനിക്കേണ്ട ആ അവസ്ഥകളൊക്കെ അല്ലാഹു ഇങ്ങനെ ഒരുക്കാണ്. ഇതുപോലൊരു തിങ്കളാഴ്ച മാലാകമാരുടെ അണിയണിയായ പ്രകാശങ്ങളും മഹത്തുക്കളും പറയണത് എന്നെ കൊണ്ട് കഴിയില്ല വിശദീകരിക്കാൻ. ആ മാലാകമാർ സ്വർഗത്തിന്റെ ഒരു കുലയിൽ 20 പൂക്കളുള്ള ദണ്ടും പിടിച്ച് ഇങ്ങനെ അണിയണിയായി നിൽക്കുന്ന ഒരു രസമായ അവസ്ഥയുണ്ട്. അല്ലാഹുവേ, മുത്തുനബിക്ക് കൊടുത്ത മഹാഭാഗ്യം, ആ ഭാഗ്യത്തിനെ ഞങ്ങളെ ഭാഗ്യമാക്കണേ അല്ലാഹ്. ആ മുത്തുനബിക്ക് വേണ്ടിയാണ് ഇന്ന് പണിയാണ്. ഇന്നലെയും ഇന്നും വരാൻ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് ഞാൻ വന്ന്. ഒരു 5 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ല. സുബ്ഹാന ജല്ല ജലാലുഹു. എന്റെ അനുജൻ മിസ്ബാഹുയ തങ്ങളെ കഴിഞ്ഞ കൊല്ലം വന്ന് ഞാൻ ചോദിച്ചു വാക്കവിസ്താദിനോട്, ഞാൻ പറഞ്ഞു വിടട്ടെ എന്നപ്പോ പറഞ്ഞില്ല, തങ്ങളെ ആശിച്ചിരിക്കാന്ന് വരണമെന്ന്. എനിക്ക് ഒരു കഴിവും തന്നില്ല. ഞാൻ തന്നെ വിചാരിച്ചു, പടച്ചോനെ ഞാൻ വയ്യെങ്കിൽ എന്തു ചെയ്യും? എന്റെ വീട്ടുകാരും എല്ലാവർക്കും അറിയാം, എത്ര പനി 105 ഡിഗ്രി ഉണ്ടെങ്കിൽ ഞാൻ പരിപാടിക്ക് ഓടും. പക്ഷേ 2 ദിവസം കൊണ്ട് ഞാൻ കിടന്നുപോയി. ഇപ്പോഴും റാഹത്തായിട്ടില്ല. നാളെ ഇന്ന് ദിനം മറ്റന്നാളും ഒക്കെ പരിപാടി. പക്ഷേ രഞ്ജയിൽ വരാനും മുത്തു ഹബീബിന്റെ ഈ സുന്ദര മുഹൂർത്തം, ഈ ഒരു അവസ്ഥ ഞാനിത് കഴിഞ്ഞു പോകുമ്പോഴൊക്കെ ഇതുപോലെ ഒരു ദിവസം അല്ലാഹു ലോകത്ത് മുത്തുനബിക്ക് വേണ്ടി തയ്യാറാക്കാം. നമ്മുടെ മുത്തുനബിക്ക് ആ നിമിഷങ്ങളൊക്കെ ആമിനാ ബീവി വേദനയില്ലാതെ പ്രസവിക്കുന്ന രംഗം. ഞാനിങ്ങനെ കിടക്കുന്നു, എനിക്ക് വേദനയില്ല, ബ്ലഡില്ല. ഞാനിങ്ങനെ കാണാം മലക്കുകൾ വന്നിങ്ങനെ എന്റെ വയറ് കീറുന്നു, പൊക്കളിന്റെ സൈഡ് വാരത്ത് കൂടി എടുക്കുന്നു, പൊന്നുപോലെ കുളിപ്പിക്കുന്നു, കഴുകുന്നു, നെഞ്ചു കുളക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന സ്വലാത്ത് 100 വട്ടം ഇന്ന് മുതൽ പതിവാക്കണം. അല്ലാഹു റസൂലിനെ കാണാൻ പറ്റും. എപ്പോഴെങ്കിലും ജീവിതത്തിൽ പഠിക്കുമ്പോൾ ഒരു വരിയുണ്ട്, നഅം സറാത്തുഫുമൻ അഹ്ലാസ അർറഖനി വൽഹബ്ബു യഅ്തദിറു ലദാത് ബിൽഅലമി മൗലായ ലിന്ദായി ആയിക്കോട്ടെ. على حبيبك خير للخلق كلهم. ഈ ബൈത്ത് 40 വട്ടം ചൊല്ലിയിട്ടാണ് ഞാൻ എന്റെ മുത്തുനബിയെ കണ്ടതെന്ന് ഒരുപാട് ഇമാമിങ്ങൾ പറഞ്ഞ അത്ഭുതമായ ബൈത്ത്. ഈ ബൈത്ത് 40 വട്ടം ഞാൻ പതിവാക്കാതെ കടക്കാറില്ല എന്ന് തീരുമാനിച്ചവർക്കൊക്കെ മുത്തുനബിയെ കണ്ടിട്ടുണ്ട്. ആ ബൈത്തും പതിവാക്കി. ഈ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന സ്വലാത്ത് ദിവസം 100 വട്ടം ചൊല്ലണം. നമ്മുടെ സ്വലാത്തിന്റെ ഹൽക്കയിൽ അതിൽ 11 വട്ടം പതിവാക്കണം. എല്ലാവരും ഓരോ ദിവസമോ ഓരോ മാസമോ എണ്ണുന്നത് കൂട്ടിവെച്ച് ഒരു ബുക്ക് തയ്യാറാക്കി അടുത്ത വർഷം വരുമ്പോ കുറഞ്ഞത് 1 ലക്ഷമെങ്കിലും ഒരാൾ ചൊല്ലി ഇവിടെ ഏൽപ്പിക്കണം. 1 ലക്ഷം എന്ന് പറഞ്ഞാൽ 100 പേരെങ്കിലും ഈ ഇരിക്കണവരിൽ ഒന്ന് ഏറ്റെടുത്ത നമ്മളെ മുത്തുനബിക്ക് വേണ്ടി, ഇത്രയും കാലം മറന്നുപോയ മുത്തുനബിക്ക് വേണ്ടി 1 കോടി സ്വലാത്ത് നമുക്ക് ദുആ ചെയ്യാൻ കിട്ടും. അല്ലാഹു ഭാഗ്യം തരട്ടെ.
റഷീദ ബീബി, റഷീദ മൻസർ ചാവറ മരണപ്പെട്ടുപോയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യുവാൻ 1001 രൂപ. ഒരു സഹോദരി കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയും ശരീരസുഖത്തിനും ദുആ ചെയ്യാൻ 500 രൂപ. ലൈല ബീബി കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുവാൻ 103 രൂപ. ഒരു സഹോദരി ദുആ ചെയ്യുവാൻ വേണ്ടി 200 രൂപ. ഒരു സഹോദരി ദുആ ചെയ്യുവാൻ വേണ്ടി 101 രൂപ. ഫാത്തിമത്ത് ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യുവാൻ 100 രൂപ. സ്വാദിഹ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുവാൻ 201 രൂപ. ഒരു സഹോദരി കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വേണ്ടി ദുആ ചെയ്യുവാൻ 250 രൂപ. ലത്തീഫ ബീവി കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും മക്കൾ സാലിഹാകാനും വേണ്ടി ദുആ ചെയ്യുവാൻ 501 രൂപ. ഒരു സഹോദരി തന്റെ വയറുവേദന മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യുവാൻ 150 രൂപ. ഒരു സഹോദരി ദുആ ചെയ്യുവാൻ വേണ്ടി 150 രൂപ. ജെസിന എന്ന കുട്ടിയുടെ പഠനത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ 100 രൂപ. ഒരു സഹോദരി മരണപ്പെട്ടുപോയ വാപ്പ ഉമ്മ ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ 313 രൂപ. ഒരു സഹോദരി മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ 100 രൂപ. ഒരു ഉമ്മ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ വേണ്ടി 100 രൂപ. മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യുവാൻ 200 രൂപ. ഒരു സഹോദരി 100 രൂപ. ഒരു സഹോദരി മരണപ്പെട്ടവർക്ക് വേണ്ടിയും ശരീരസുഖത്തിന് വേണ്ടിയും ദുആ ചെയ്യുവാൻ 200 രൂപ. ഷാഹിദ കുഞ്ഞിന്റെ അലർജിയുടെ അസുഖം മാറാനും ശരീരസുഖത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ 100 രൂപ. ഒരു മാതാവ് ശരീരസുഖത്തിന് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുവാൻ നബീസ ബീവി 500 രൂപ. ബദറുദ്ദീൻ സിദ്ദീഖ് മൻസിൽ മകന്റെ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയും വീട്ടിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറുവാൻ വേണ്ടിയും 200 രൂപ. ഒരു സഹോദരി ദുആ ചെയ്യുവാൻ 120 രൂപ. അല്ലാഹുവൊക്കെയും സ്വീകരിക്കട്ടെ. എല്ലാവരും ഈ വർഷം നാളെ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഈ രാത്രി തന്നെ പിറന്നാൾ സമ്മാനം 2 കൊടുക്കണം. മുത്തലിക്കാണ് പിറന്നാൾ സമ്മാനമെങ്കിൽ നമ്മുടെ മക്കൾക്ക് വാച്ച് വാങ്ങിച്ച് പിറന്നാൾ സമ്മാനം കൊടുത്താൽ വാച്ച് കിട്ടണം മക്കൾക്കാണ്. പക്ഷേ മുത്തലിക്ക് പിറന്നാൾ സമ്മാനം കൊടുത്താൽ സ്വർഗം കിട്ടണം നമുക്ക്. അല്ലാഹു ഭാഗ്യം തരട്ടെ. അത് നമ്മളെ മക്കളെ കൂടെ പറഞ്ഞ് പഠിപ്പിച്ചാൽ നിങ്ങളും കൂടി മരിക്കുമ്പോൾ ആ മക്കളെ നടത്തുമ്പോൾ അവർ നീയത്താക്കിയില്ലെങ്കിലും വാപ്പ പഠിപ്പിച്ച ശീലം മക്കൾക്ക് വരുമ്പോൾ വലിയൊരു അമലാകും. അല്ലാഹു ഭാഗ്യം തരട്ടെ. അതുപോലെ ചെയ്യുന്നുണ്ട്. അല്ലാഹു അതിൽ കൊടുത്ത എല്ലാവർക്കും ഹൈറും ബറക്കത്തും റാഹത്തും നൽകുമാറാകട്ടെ. അടുത്ത വർഷവും നിവേദനത്തിനും സ്വലാത്തിനും ഗംഭീരമായി ഒരു കുറവും വരാതെ എല്ലാവരും അത് ഏറ്റെടുക്കണമെന്ന് സാന്ദർഭികമായി ഓർപ്പെടുത്തുവാണ്. അതോടൊപ്പം ഇരിക്കുന്ന പറ്റുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് പറഞ്ഞുവെങ്കിലും 1111 രൂപ എൻ്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പരിശുദ്ധമായ റബീഇന്റെ 11ന്റെ രാത്രിക്ക് 12ന്റെ പുലർച്ചയ്ക്ക് ഞാൻ ഇൻഷാ അല്ലാഹ് എൻ്റെ മുത്തുനബിയെ കാണണമെന്ന് ആശിച്ചുകൊണ്ട് 1211 രൂപ കൊടുത്തേക്കാം എന്ന് മനസ്സിൽ നിയത്താക്കി അല്ലാഹു സ്വീകരിക്കട്ടെ. നാളെയും മറ്റന്നാളെയും ഒക്കെ ആയിട്ട് ഈ മാസം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ കൊണ്ട് കുടിക്കും. അല്ലാഹു ഭാഗ്യം തരട്ടെ. 2 ദിവസം ഈ മായ്ക്കണ പൈസ ഉള്ളൂ. ആ ലിസ്റ്റ് ആവുമ്പോൾ ഉസ്താദിനെ കൊടുത്തിട്ട് എൻ്റെ ഒന്ന് വാട്സപ്പ് ചെയ്ത് തരണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതുപോലെ ഇവിടെ ഇപ്പോൾ കുറേ നേരം നിന്നപ്പോഴാണ് മുമ്പ് വന്നപ്പോൾ പഴയ മുഖങ്ങളെയൊക്കെ ഇങ്ങനെ ഓർമ്മ വരണം. അല്ലാഹു എല്ലാവർക്കും ആഫിയത്ത് തരട്ടെ. പക്ഷെ അന്ന് കണ്ട പലരുമില്ല. അന്ന് വന്നപ്പോൾ ഉള്ള സദസ്സല്ല ഇതും. ഉമ്മമാരൊക്കെ ഒരുപാടുണ്ടായിരുന്നു വന്ന് എനിക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അതുപോലെ ആക്കണ്ട ആഫിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പോരാ. നമ്മുടെ അടുത്ത നബിദിനത്തിന്റെ വാർഷികം നബിദിനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പെരുന്നാളായി സ്വീകരിച്ച് എൻ്റെ കുടുംബത്തിൽ നിന്നും
മഹ്മൂദ ബീവി എന്ന ഉമ്മ 1111 രൂപ 111 രൂപ കൊടുക്കും. ഇൻഷാ അല്ലാഹ് 1000 രൂപ ഇപ്പോഴേ തന്നിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആ ഉമ്മയ്ക്ക് ഉദ്ഘാടനം ചെയ്ത ഉമ്മയ്ക്ക് അള്ളാഹു സ്വർഗത്തിൽ കിടക്കാൻ അള്ളാഹു നൽകി കൊടുക്കട്ടെ. മരണപ്പെട്ടുപോയ ഭർത്താവിന് അല്ലാഹുവേ മുത്തിനെ കൊതിച്ചു പോയ ഉമ്മയാണ് അല്ലാഹ്. മുത്തുനബിയോട് ബന്ധമുള്ള ഖബറാക്കണേ അല്ലാഹ്. മകളും മരിച്ചുപോയി. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ആ മകൾക്കും അല്ലാഹുവേ നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. സ്വലാത്ത് ചൊല്ലി ഇരിക്കുമ്പോ ഒജീനം വരും. അതിൽ ശ്രദ്ധ പോവാതെ ബഹളം കാണിക്കുക. അവിടെ ഇരുന്നാൽ മതി. എല്ലാവരും അടുത്തെത്തും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് 3 സ്വലാത്ത് ഉമ്മമാർക്ക് ഇരിക്കും. ഇതിനിടയിൽ ബക്കറ്റും കൊണ്ടുവരുന്നുണ്ട്. ഇതിന്റെ കാശനം മറ്റൊക്കെയാണ്. അതുകൊണ്ട് എല്ലാവരും കയ്യിലുള്ളതൊക്കെ വിടുക. കുഞ്ഞില്ലാത്ത മാതാവിന് വേണ്ടി ദുആ ചെയ്യുവാൻ ഒരു സഹോദരി 251 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. പടച്ചവനെ സോലിഹായ ഒരു സന്താനം അടുത്ത വെഞ്ചേബിന്റെ ദർബാറിൽ ഗർഭവതിയാണെന്ന് പറയാൻ ആ കുടുംബത്തിന് ബാക്കി കൊടുക്കണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي. ഇതിന് വായിക്കാനുണ്ടോ? വായിക്കണ്ടേ? ആ ഓക്കെ. ആ ഉമ്മ ഫുള്ള് പൈസ തന്നിട്ടുണ്ട്. അതിന് എഴുതുന്നത് ആത്മാർത്ഥമായ ആമയും പറയും. ബക്കറ്റ് വരുന്നുണ്ട്. ആത്മാർത്ഥമായ ആമയും പറഞ്ഞ് ആത്മാർത്ഥമായ ചെയ്യുന്ന മനസ്സ് ആത്മാർത്ഥമായി കുട്ടി വെച്ചിരുന്നാൽ മൗലിന്റെ വറക്കത്തോണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ രോഗങ്ങളും ശരിയാക്കി തരട്ടെ. മോനെ ഇനി ആരെങ്കിലും പറഞ്ഞ ഓണാക്കല്ലേ ഇടയ്ക്ക് കേട്ടോ. അതിടമ്പുള്ളത് എല്ലാവരും ഒന്ന് ഇഖ്ലാസോടെ ആമി മതി. ബാക്കിയൊക്കെ ഒന്ന് ആക്കി സ്വലാത്ത് മാത്രം ഉള്ളിരിക്കും. സയ്യിദ് ഇബ്നു മുത്രിഫ് തങ്ങളെ പോലെ അല്ലാഹ് ഒരുപാട് സ്വലാത്ത് ഇടയ്ക്ക് ഒരുപാട് സ്ഥലത്തിലൂടെ ചിരിച്ചല്ലോ. 3 ക്ലാസ് ഓക്കെ ഇടയ്ക്കിടെ ചിരിപ്പിച്ചതിനാ. ഇവര് 3 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ പത്ത് മരണപ്പെട്ട ഭാര്യ الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إني أسألك باسمك الأعظم المكتوب من نور وجهك الأعلى المؤبد الدائم الباقي المخلد في قلب نبيك ورسولك سيدنا محمد صلى الله عليه وسلم وأسألك باسمك الأعظم الواحد بوحدة الأحد المتعالي عن وحدة الكم والعدد المقدس عن كل أحد وبحق بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. وصل على سيدنا محمد سر حياة الوجود والسبب الأعظم لكل موجود.
وثبت في قلوبنا الإيمان وتحفظنا القرآن وتفهمنا منه الآيات وتفتح لنا بها نور الجنات ونور النعيم ونور النظر إلى وجهك الكريم وبارك وسلم عليه كثيرا. اللهم صل على سيدنا محمد ما اختلف الملبات وتعاقب العسران وكر الجديدان واستقل الفرقدان بلغ روحه وارواح اهل بيته منا والتحية والسلام بارك وسلم عليه كثيرا. الله الله ربي الله. പടച്ചവനെ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, കബൂലിയത്തുള്ളവരിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, ഈ ദുനിയാവിൽ നീ തിരഞ്ഞെടുത്ത ഏറ്റവും വലിയ അത്ഭുതത്തിനായി നമ്മെ വിളിച്ച് സമ്മാനിച്ച അനുഗ്രഹീതമായ മാസമാ ഈ ലോകത്തിന്റെ മഹത്തുക്കൾ പഠിപ്പിച്ച ഏറ്റവും അത്ഭുതമാണ്, പുണ്യമാണ്. അല്ലാഹുവേ, ഈ രാവിൽ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. ഈ മാസത്തിലും ഞങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതല്ല കേട്ടതല്ല ഒത്തു ഹബീബിന്റെ ഹുബായി നീ സ്വീകരിച്ച് മഹത്വം പറയണേ അല്ലാ. അല്ലാഹുവേ, ഓരോ മാലാകമാരും ഞങ്ങളെ ഓരോ സ്വലാത്തുകളും മാലാകമാരും അല്ലാഹുവിന്റെ റസൂലിന്റെ ഓരത്ത് പറയണേ അല്ലാ. 10,444 മറ്റ് സ്വതകളും പറയുമ്പോ അല്ലാഹുവേ പടച്ചവനെ അവരുടെ പേരുകൾ മദീനത്ത് പറയണേ അല്ലാ. മുത്തുനബി അത് കേൾക്കണേ അല്ലാ. ലിസ്റ്റിലൂടെ പേര് വായിച്ചവരെ തുടക്കം മുതൽ ഈ നിമിഷം വരെയും നാളെ വരെയും സഹകരിക്കുന്നവരെ അല്ലാഹുവേ സഹായിക്കുന്നവരിന് വേണ്ടി ഓടിമടക്കുന്നവർ, കമ്മിറ്റി ഭാരവാഹികൾ, ഇമാമിങ്ങളടക്കം മുത്തഅല്ലിമീങ്ങളടക്കം ഈ നാടിന്റെ ഉലമാക്കളടക്കം അല്ലാഹുവേ എല്ലാവരെയും നീ സ്വീകരിക്കണേ തമ്പുരാനെ. എല്ലാവിധமான ഖൈറിന്റെ ബറക്കത്തിന്റെ വാതായനങ്ങളും തുറന്നു കൊടുക്കണേ അല്ലാ. ഒരു കടക്കടയിലും ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളെ കൊടുത്തല്ലോ അല്ലാ. ദുനിയാവിന്റെ മഈശത്തിന്റെ ഖൈറാത്തുകളുടെ വാതായനങ്ങൾ തുറന്നു തരണേ അല്ലാ. എല്ലാവിധമായ നാശത്തിന്റെ തടസ്സത്തിന്റെ അല്ലാഹുവേ കവാടങ്ങളൊക്കെയും കൊട്ടി അടയ്ക്കണേ അല്ലാ. സർവ ഉപദ്രവങ്ങളുടെ, സിഹറുകളുടെ, മാരണങ്ങളുടെ കവാടങ്ങളും കുതന്ത്രങ്ങളുടെ കവാടങ്ങളും കൊട്ടി അടയ്ക്കണേ അല്ലാ. ഒരാളെ ചതിയിലും ഞങ്ങളെ ഒരാളെയും പെടുത്തല്ലേ അല്ലാ. ഈ ഇരിക്കുന്ന ഓരോ മനസ്സിലും എന്തെല്ലാം ആശകളാണ്, അഭിലാഷങ്ങളാണ്, എല്ലാം അറിയണോന് നീയാണല്ലോ അല്ലാ. ഞങ്ങൾ നീ തന്ന പരിശുദ്ധ മാസത്തിലാ, നിന്റെ ഹബീബിന്റെ ഓരത്തിലാണ് ഞങ്ങൾ ആ ഓരം കുറിച്ചിരിക്കയാണല്ലാ. ഇന്ന് രാത്രി നിങ്ങളെങ്ങാനും പോയി കിടക്കുമ്പോ ഞങ്ങൾ കേട്ടുപോയ പറഞ്ഞുപോയ ആ മുത്തിന്റെ മഹബത്തിന്റെ ആ സ്വീകാര്യണം ഞങ്ങളുടെ ഹൃദയത്തിനെ എത്ര ഉറപ്പിച്ചോ. അതിന്റെ വേദന കൊണ്ട് ഞങ്ങളെ കണ്ണീര് കൊണ്ടുവന്ന കണ്ണുനീരിന്റെ വേദന കൊണ്ടല്ലാ. അല്ലാ, ഈ റബീഉൽ കഴിയടിയിൽ മുമ്പ് ആ മുസറഫാന മുത്തിനെ നിങ്ങളെ കാണിക്കണമല്ലാ. ആ മുത്തിനെ കാണിക്കാതെ നിങ്ങളുടെ റൂഹെടുക്കല്ലല്ലാ, റൂഹെടുക്കല്ലല്ലാ. കണ്ടാൽ എന്തൊരാനന്ദമാ മുസ്തഫ, എന്തോരാനന്ദമാ മുസ്തഫ. അല്ലാഹുവേ, സൂര്യൻ പോലും നാണിച്ചു പോകുന്ന, ചന്ദ്രൻ പോലും ഇറങ്ങലിച്ചു പോകുന്ന അത്ഭുതമാണ് മുത്തിന്റെ പ്രഭ കണ്ട് അല്ലാ. ഈ ഒരുപാട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യമാക്കി തരണേ അല്ലാ, ഭാഗ്യമാക്കി തരണേ അല്ലാ. തൊട്ടടുത്ത് കാലം നിങ്ങൾ നിന്റെ പരിശുദ്ധமான ഹറമിന്റെ ഓരത്ത് വന്നാ, നിന്റെ ഹബീബിന്റെ ദർബാറിൽ ഞങ്ങളൊന്ന് വന്നാ അല്ലാഹുവേ, മുത്തിന്റെ മുന്നിൽ മുത്തുനബിയുടെ കരങ്ങൾ
ഒന്ന് തൊടാനൊരു കൊതിയുണ്ട് കൊതി ഹാസിലാക്കി തരണമല്ലാ. മുത്തിനെ തൊടാനും മുത്തി നടത്താനും അവിടത്തെ ചുണ്ടുകൾ കൊണ്ടൊരു ചുംബനം ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ. ആ മുത്തിനോട് ഈ രാത്രി ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണല്ലാ. ആ ഒരു ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള നേട്ടങ്ങളും കൊതിക്കുന്ന നേട്ടങ്ങളും ഞങ്ങൾ സ്വപ്നം കാണുന്നതെല്ലാം തന്ന് പൂർത്തിയാക്കണേ അല്ലാ. ഈ പരിശുദ്ധ മാസത്തിൽ ഞങ്ങൾ മുത്തിനെ കുറിച്ച് പറയണ ഓരോ വാക്കിന്റെയും അത്ഭുതം കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ശൈത്താനിന്റെ കൂരമ്പുകൾ തട്ടണേ അല്ലാഹ്. അസൂയയില്ലാതെ ഉൾപ്പെരുമയില്ലാതെ ഉജുബില്ലാത്ത അല്ലാഹുവേ കിബിറില്ലാത്ത പടച്ചവനെ ഹസദിങ്ങളാവാത്ത നമാമിങ്ങളാവാത്ത പടച്ചവനെ മുത്തക്കബിരിങ്ങളാകാത്ത അല്ലാഹ് നിന്റെ സ്വാബരിയങ്ങൾ കൊടുത്തണം തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ മരണമുണ്ട് റബ്ബേ. ഇന്ന് മുതൽ ഈ വെഞ്ചേരിന്റെ സ്വലാത്തിൽ മുടങ്ങാതെ വരുന്ന വന്നില്ലേലും പങ്കെടുക്കുന്ന എല്ലാ മാസവും ചീരിന് കൊടുക്കുന്ന ഒരാളെയും കലിമ പറയാതെ നാട്ടിൽ മരിപ്പിക്കല്ല അല്ലാഹ്. ഈ ദുനിയാവിൽ എപ്പോൾ മരിക്കേണ്ടി വന്നാലും മുത്തു ഹബീബിന്റെ മുസറഫാണ് മുഖം മതിവരുവോളം കണ്ട് ആനന്ദിച്ച് മരിക്കാനുള്ള തൗഫീഖ് താ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾക്ക് വലിയ ഭാഗ്യമാക്കി തരണം അല്ലാഹ്. ആഫിയത്തോടെ ഇത്രയും നേരം ഈ സാധുക്കൾക്ക് സ്നേഹനിധികൾ രണ്ട് വാക്ക് പറയാ തൗഫീഖ് തന്നവൻ നീയല്ലേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ വനഊദു ബില്ലാഹി മിൻ ഹാലി അഹ്ലിൻ നാർ. ഒത്തിരിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ തേടുമ്പോ എല്ലാ അത്ഭുതങ്ങളും തരുന്ന അല്ലാഹ്. കുട്ടികളില്ലാത്തവര്, ജോലികളില്ലാത്തവര്, വീടില്ലാത്തവര്, പൂർത്തിയാകാത്തവര്, വിവാഹം നടക്കാത്തവര്, വീട് വാങ്ങാൻ കൊതിക്കുന്നവര്, വസ്തുവിക്കാനുള്ളവർ, ഇങ്ങനെ എന്തെല്ലാം മോഹങ്ങളോട് ആവശ്യങ്ങളോടെ വേദനിച്ചുകൊണ്ട് സങ്കടം പറയണ എല്ലാവരുടെ വിഷമങ്ങളും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശരിയായ മഹ്റജ് നൽകണേ അല്ലാഹ്. ഈ നാടിന്റെ ആദരണീയനായ സലീം ഉസ്താദ് ഇസ്സത്തുള്ള നേതാവാക്കണേ അല്ലാഹ്. നല്ല ഇൽമ നൽകണേ അല്ലാഹ്. ഖിദ്മത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മക്കൾ ദുനിയാവിലും ആഖിറത്തിലും അഭിമാനം നൽകുന്ന മക്കളാക്കണേ അല്ലാഹ്. സഈദ് ഉസ്താദ് അല്ലാഹുവേ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. കൊണ്ടുവന്ന നല്ല സുഭിക്ഷമാണ് ഭക്ഷണം തന്ന പ്രിയ കൂട്ടുകാരൻ സ്വർഗീയ ഭക്ഷണമാ പൊന്നുമോനും കുടുംബത്തിനും പകരമാക്കറപ്പ്. മുത്തുനബിയുടെ ഓരത്തിരുന്നു കൊണ്ട് ഹൗലുൽ കൗസർ കുടിക്കാതെ ഈ ലോകത്തെവിടെ പോയാലും ഭക്ഷണം തരുന്നവരുണ്ട്, അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളൊന്നും വലിയവരല്ലെങ്കിലും മുത്തുനബിയുടെ മക്കളാണ് ആദരവ് കൊണ്ടാണ് എല്ലാ കബൂലിയത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ഇഷ്ടപ്പെട്ട് ഞങ്ങളെ വിശ്വസിച്ച് പിന്നാലെ ഓടി നടക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരുപാട് പ്രവർത്തകരുണ്ട്, മുഅല്ലിമീങ്ങളുണ്ട്, ഉലമാക്കളുണ്ട്. എല്ലാവരെയും ഇസ്സത്താക്ക് തമ്പുരാനെ. എല്ലാ ഫിത്നകളെ തൊട്ടും കാത്തോണം തമ്പുരാനെ. ഞങ്ങളെ നേതാക്കളെ ഇസ്സത്തോടെ നിലനിർത്തണം അല്ലാഹ്. ഞങ്ങളെ പ്രസ്ഥാനങ്ങളെ ഇസ്സത്തോടെ നിലനിർത്തണം അല്ലാഹ്. മുസ്ലിം ജമാഅത്തിനെ ഇസ്സത്തോടെ നിലനിർത്തണം അല്ലാഹ്. ഒരുമയുള്ള മഹല്ലാക്കണേ അല്ലാഹ്. ഇതിന്റെ സേവകർക്ക് ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും അല്ലാഹുവേ അതെല്ലാം നീ സ്വീകരിച്ചു എന്ന ഒരു കബൂലിയത്ത് കിട്ടാനും ഉതകുന്ന കൂട്ടത്തിലേക്ക് അവരുടെ ദറജ ഉയർത്തണേ അല്ലാഹ്. സാധുക്കളാണ് ഉമ്മമാര് കുറെ നേരമായി വന്നിരിക്കയാണോ, ആ ഉമ്മമാർക്ക് എല്ലാവരും ബറക്കത്തും കൊടുക്കണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. എല്ലാവിധமான ഖൈറിന്റെ ബറക്കത്തിന്റെ റാഹത്തിന്റെ സമാധാനത്തിന്റെ സമൃദ്ധിയുടെ
വീട്ടിലുള്ള ഒറ്റരുമയുടെ സമാധാന കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. മുത്തുനബിക്കൊരു പിറന്നാൾ സമ്മാനമായി എന്റെ ഭർത്താവിനോട് ഞാൻ ദേഷ്യപ്പെടൂലാത് ഈ ഇരിക്കണ ഭാര്യമാർക്കും അല്ലാഹുവേ എന്റെ ഭാര്യയോട് ഞാൻ ഇനി തെറി പറയൂല, ചൂടാവൂല എന്നീ ഭർത്താക്കന്മാരും ഒന്ന് തീരുമാനിച്ചാ അല്ലാഹുവിന്റെ റസൂലിന് എന്തോ ഇഷ്ടമാണ്. തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد والآل أهل البيت سلم. എല്ലാവരും ഇന്നും നാളെയൊക്കെ സാധുവായ തങ്ങളുടെ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു എനിക്ക് ദുആ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മളെ കൊടുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.